പുരാതന ഗ്രീക്ക് സാഹിത്യത്തിലും പുരാണങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുള്ള ഇതിഹാസ നായകനാണ് ഒഡീസിയസ് എന്നത്. BC 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹോമർ എന്ന അന്ധനായ ഗ്രീക്ക് കവിയാണ് ഐതിഹ്യപരമായ വശവും ചരിത്രപരമായ വശവും ചേർന്ന ഗ്രീക്ക് പുരാണങ്ങളിലെ ഇതിഹാസ നായകനായ ഒഡീസിയസിൻ്റെ കഥ ലോകത്തിന് മുന്നിൽ എത്തിച്ചത്. ഹോമർ എഴുതിയ 2 മഹാകാവ്യങ്ങളാണല്ലോ ഇലിയഡ്, ഒഡീസി എന്നിവ. ഇലിയഡ് ട്രോയ് നഗരത്തിൽ നടന്ന ഭീകരമായ 10 വർഷത്തെ യുദ്ധത്തിൻ്റെ കഥ പറയുമ്പോൾ, ഒഡീസി എന്നത് ആ യുദ്ധം കഴിഞ്ഞ് ഒഡീസിയസ് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ നടത്തിയ 10 വർഷത്തെ സമുദ്രയാത്രയുടെ കഥയാണ്. അപ്രകാരം ഈ 2 മഹാകാവ്യങ്ങളുടെയും കേന്ദ്ര ബിന്ദു എന്നത് ഒഡീസിയസ് ആണെന്നും കാണാം. ഗ്രീക്ക് പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ ഹെർക്കുലീസ്, അക്കില്ലസ് തുടങ്ങിയ ഒട്ടനവധി വീരന്മാരെ കാണാം. എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി സാധാരണ മനുഷ്യനായി അവതരിപ്പിക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ഒഡീസിയസ് എന്നത്. അപാരമായ ബുദ്ധിശക്തിയും കൗശലവും പ്രതിസന്ധികളിൽ ഒരിക്കലും തളരാത്ത മനസ്സുമുള്ള, കൈക്കരുത്തിനേക്കാൾ ബുദ്ധിയുടെ തന്ത്രങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയ ഒരാളായിട്ട് കൂടി ഒഡീസിയസിനെ നമുക്ക് പുരാണങ്ങളിൽ കാണാനാവും. അതുകൊണ്ട് തന്നെ ഗ്രീക്കുകാർ അദ്ദേഹത്തെ പോളിട്രോപ്പോസ് എന്ന് വിളിച്ചു. അതിനർത്ഥം പല വഴികളിൽ ചിന്തിക്കുന്നവൻ അഥവാ ബുദ്ധി കൊണ്ട് ഏത് പൂട്ടും തുറക്കുന്നവൻ എന്ന നിലയിലാണ്. അപ്രകാരം ഒഡീസി എന്ന വലിയ യാത്രയിലെ നായകനായ ഒഡീസിയസിൻ്റെ ചരിത്രകഥയാണ് ഈ ഭാഗത്തിൽ പരിചയപ്പെടുത്തുന്നത്. ഒഡീസിയസിൻ്റെ അച്ഛനായ ലായർട്ടീസ് അയോണിയൻ കടലിലെ പാറക്കെട്ടുകൾ നിറഞ്ഞ ചെറിയൊരു ദ്വീപായ ഇത്താക്കയിലെ രാജാവായിരുന്നു. ഗ്രീക്ക് ചരിത്രത്തിൽ ഏറ്റവും ധീരന്മാരായ പടയാളികൾ സ്വർണ്ണക്കമ്പിളി തേടി നടത്തിയ അർഗോനോട്ട് യാത്രയിൽ പങ്കെടുത്ത ഒരു യുദ്ധവീരൻ കൂടിയായിരുന്നു ലായർട്ടീസ് എന്നത്. അതുപോലെ ഒഡീസിയസിൻ്റെ അമ്മയുടെ പിതാവ് എന്നത് ഓട്ടോലിക്കസ് ആയിരുന്നു. ഗ്രീക്ക് പുരാണങ്ങളിലെ കള്ളന്മാരുടെയും ചതിയന്മാരുടെയും കച്ചവടക്കാരുടെയും ഒക്കെ ദൈവമായ ഹെർമസിൻ്റെ മകനായിരുന്നു ഈ ഓട്ടോലിക്കസ് എന്നത്. തന്ത്രത്തിൽ മോഷ്ടിക്കാനും ആർക്കും പിടികൊടുക്കാതെ കള്ളം പറയാനും വാക്കുകൾ കൊണ്ട് ആളുകളെ കബളിപ്പിക്കാനുമൊക്കെയുള്ള അമാനുഷികമായ കഴിവ് ഹെർമസ് ദേവൻ ഓട്ടോലിക്കസിന് നൽകിയതായി പറയുന്നുണ്ട്. ചുരുക്കിയാൽ മുത്തച്ഛനിലെ വലിയ കൗശലവും അച്ഛനിലെ പോരാട്ടവീര്യവും ഒത്തുചേർന്നാണ് ഒഡീസിയസ് ജനിക്കുന്നത്. ഒഡീസിയസ് ജനിച്ച സന്ദർഭത്തിൽ മുത്തച്ഛനായിരുന്ന ഓട്ടോലിക്കസ് ഇത്താക്കയിലെ കൊട്ടാരത്തിൽ എത്തിച്ചേരുകയുണ്ടായി. ആ സമയം ഓട്ടോലിക്കസിന് ഗ്രീസിലെ പല പ്രമുഖരുമായും ശത്രുതയും ഉണ്ടായിരുന്നത്രേ. ഇത്തരത്തിലുള്ള ശത്രുതയെയും കോപത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു പേരിടാൻ തീരുമാനിച്ചതിലൂടെയാണ് ഗ്രീക്ക് ഭാഷയിലെ ഒഡീസിസ് എന്ന വാക്കിൽ നിന്ന് ഒഡീസിയസ് എന്ന പേര് ആ കുഞ്ഞിന് വന്നു ചേരുന്നത്. ഈ പദത്തിൻ്റെ അർത്ഥം കോപിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ശത്രുക്കളെ ഉണ്ടാക്കുന്നവൻ എന്നൊക്കെയാണ്. സത്യത്തിൽ അതൊരു പ്രവചന സ്വഭാവമുള്ള പദം കൂടിയായി മാറുന്നുണ്ട്. ഭാവിയിൽ വലിയ ശക്തികളുടെയും ദൈവങ്ങളുടെയും വരെ കോപത്തിന് ഇരയാകുന്ന കഥ കൂടിയാണ് ഒഡീസിയസിൻ്റെ ജീവിതം. ഏതായാലും ഇത്താക്ക എന്ന ദ്വീപ് രാജ്യത്തിൽ ജനിച്ചു വീണ ഒഡീസിയസ് വളർന്നു. ഒരു രാജ്യമെങ്കിലും അതിസമ്പന്നതയിൽ നിലകൊണ്ട ഒരു മേഖലയൊന്നും ആയിരുന്നില്ല ഇത്താക്ക എന്നത്. പൊതുവിൽ അവിടെ ഉണ്ടായിരുന്നവർ കഠിനാധ്വാനികളായ കർഷകരും മീൻപിടുത്തക്കാരുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ കഠിനമായ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി ഒഡീസിയസ് മനസ്സിലാക്കി. ഒപ്പം കപ്പലോടിക്കാനും അമ്പെയ്ത്തും അതിവേഗം ആ ബാലൻ പഠിച്ചെടുക്കുകയുണ്ടായി. പിന്നീട് കൗമാരകാലത്ത് തൻ്റെ മുത്തച്ഛനായ ഓട്ടോലിക്കസിനെ കാണാൻ ഒഡീസിയസ് പർനാസസ് എന്ന മലനിരകളിലേക്ക് യാത്രയാവുന്നുണ്ട്. അപ്രകാരം അവിടെ ജീവിക്കുന്നതിനിടയിൽ ഓട്ടോലിക്കസിൻ്റെ മക്കളോടൊപ്പം ഒഡീസിയസും നായാട്ടിനായി ഇറങ്ങി. നായാട്ടിനിടെ ഒഡീസിയസ് ഒരു വലിയ കാട്ടുപന്നിയുടെ മുന്നിൽ പെട്ടുപോവുകയുണ്ടായി. അപ്രതീക്ഷിതമായ കാട്ടുപന്നി ആക്രമണത്തിൽ പതറാതെ ഒഡീസിയസ് അതിനെ നേരിട്ട് വധിച്ചെങ്കിലും ഇതിനിടയിൽ പന്നിയുടെ ആക്രമണം കൊണ്ട് ഒഡീസിയസിൻ്റെ വലതുകാലിൽ വലിയൊരു മുറിവുണ്ടാവുകയുണ്ടായി. ഗുരുതരമായിരുന്ന ആ മുറിവുണങ്ങിയപ്പോൾ വലതുകാലിൽ മുട്ടിന് തൊട്ടു മുകളിലായി ഒരു വലിയ മുറിപ്പാടായി അത് മാറി. വെറുമൊരു കഥാഭാഗം എന്ന് തോന്നാമെങ്കിലും പിൽക്കാലത്ത് നീണ്ട 20 വർഷത്തെ അലച്ചിലിന് ശേഷം ആർക്കും തിരിച്ചറിയാനാകാതെ ഇത്താക്കയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒഡീസിയസിനെ അടയാളപ്പെടുത്തുന്നതും ഇതേ മുറിപ്പാടാണ്. ഏതായാലും പർനാസസ് മലയിലെ ജീവിതത്തിന് ശേഷം ഒഡീസിയസ് കൂടുതൽ ശക്തനും വിവേകിയുമായി ഇത്താക്കയിൽ തിരിച്ചെത്തി. മകൻ്റെ ധീരതയും പക്വതയുമൊക്കെ കണ്ട ലായർട്ടീസ് രാജാവ് പ്രായമായി വരുന്നത് കൊണ്ട് തന്നെ ഇനി രാജ്യം നോക്കാൻ ഒഡീസിയസ് പ്രാപ്തൻ എന്ന തോന്നലിൽ ലായർട്ടീസ് സ്വമേധയാ രാജകിരീടം മകന് കൈമാറി. അപ്രകാരം ഒഡീസിയസ് ഇത്താക്കയുടെ പുതിയ രാജാവായി മാറി. അധികാരത്തിലെത്തിയ ഒഡീസിയസ് രാജ്യത്തിൻ്റെ സുരക്ഷ ശക്തമാക്കുകയും അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും
കച്ചവട വഴികൾ വലുതാക്കുകയും ഒക്കെ ചെയ്തു. ഇതാക്കയിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട രാജാവായും ഒഡീസിയസ് മാറി. അങ്ങനെ ഇതാക്കയുടെ ഭരണാധികാരിയായി ജീവിക്കുന്നതിനിടെയാണ് ഗ്രീസിലാകെ വലിയ സംഭവങ്ങൾ നടക്കുന്നത്. ആ സമയം മാസിഡോണിയൻ തീരം മുതൽ സ്പാർട്ട വരെയുള്ള സകല രാജ്യങ്ങളിലും ഒരു വിഷയം വലിയ തോതിൽ പ്രാധാന്യം നേടുകയും ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അതായിരുന്നു സ്പാർട്ടയിലെ ഹെലൻ രാജകുമാരിയുടെ വിവാഹം. ഗ്രീക്ക് പുരാണങ്ങൾ അനുസരിച്ച് ദേവരാജാവായ സിയൂസിന് മാനുഷിക സ്ത്രീയായ ലെഡയിൽ ജനിച്ച മകളായിരുന്നു അവൾ. ലോകത്തിലെ ഏറ്റവും മനോഹരിയായ സ്ത്രീയായി ഹെലൻ വിശേഷിക്കപ്പെട്ടു. അപ്രകാരം ഹെലനെ വിവാഹം കഴിക്കുക എന്നത് ഗ്രീസിലെ ഏതൊരു രാജാവിനും സാമ്രാജ്യത്തിനും കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയായും ഏവരും നോക്കിക്കണ്ടു. അങ്ങനെ സ്പാർട്ടയിലെ രാജാവായ ടിൻഡാറിയസ് ഹെലൻ്റെ വിവാഹം പ്രഖ്യാപിച്ചതോടെ സ്പാർട്ടയിലേക്ക് ഗ്രീസിലെ സകല വീരന്മാരും രാജാക്കന്മാരുമൊക്കെ ഒഴുകിയെത്തി. അതിൽ മൈസീനിയയിലെ ശക്തനായ രാജാവായിരുന്ന അഗ്മെംനോൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന അതീവ ധനികനായിരുന്ന മെനലേയസ്, ശക്തനായ അജാക്സ്, തന്ത്രജ്ഞനായിരുന്ന നെസ്റ്റർ തുടങ്ങി പ്രമുഖരായ മിക്കവരും അവിടെ എത്തിച്ചേർന്നിരുന്നു. അതിനോടൊപ്പം തന്നെ ലളിതമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇതാക്കയിലെ രാജാവായ ഒഡീസിയസും അവിടെ എത്തിച്ചേർന്നു. മെനലേയസിനെ പോലുള്ള വൻകിട രാജാക്കന്മാർ കൊണ്ടുവന്ന് നിരത്തിയ സ്വർണത്തിനും രത്നങ്ങൾക്കും മുന്നിൽ ഇതാക്ക എന്ന ചെറിയ ദ്വീപിൻ്റെ സമ്പത്ത് ഒന്നുമല്ലാതിരുന്നതിനാൽ ഹെലനെ സ്വന്തമാക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന നിലയിലാണ് ഒഡീസിയസ് അവിടെ ചെല്ലുന്നത്. എന്നാൽ അവിടെ എത്തിയ ഒഡീസിയസിന് ഇഷ്ടം തോന്നിയത് ഹെലൻ്റെ ബന്ധുവും ഇക്കാറിയസ് രാജാവിൻ്റെ മകളുമായ പെനലോപ്പിനോടായിരുന്നു. ഹെലനെ പോലെ ലോകപ്രശസ്തമായ സുന്ദരിയൊന്നും ആയിരുന്നില്ലെങ്കിലും പെനലോപ്പിന് അപാരമായ ബുദ്ധിയും വിവേകവും ശാന്തതയും ഒക്കെ ഉണ്ടായിരുന്നത്രേ. തനിക്ക് അനുയോജ്യയായ പങ്കാളി പെനലോപ്പാണെന്ന് ഒഡീസിയസ് അതോടെ ഉറപ്പിച്ചു. ഇതിനിടയിൽ സ്പാർട്ടൻ രാജാവായ ടിൻഡാറിയസ് വലിയ സമ്മർദ്ദത്തിലേക്കും കടന്നു ചെന്നു. കാരണം വന്നവരിൽ ഭൂരിഭാഗവും വലിയ പടയാളികളും അഹങ്കാരികളുമൊക്കെ ആയിട്ടുള്ള രാജാക്കന്മാരാണ്. ഹെലൻ ഇതിലൊരാളെ തിരഞ്ഞെടുത്താൽ ബാക്കിയുള്ളവർ നിരാശരായി കോപിഷ്ഠരാവുകയും സ്പാർട്ടയ്ക്കെതിരെയും ഹെലൻ്റെ പുതിയ ഭർത്താവിനെതിരെയും തിരിയും. യുദ്ധത്തിന് തന്നെ സാധ്യതകളുണ്ടാവും. ഗ്രീസിലാകെ ആഭ്യന്തര യുദ്ധത്തിനും അത് വഴി തുറക്കും. ഇത്തരമൊരു പ്രതിസന്ധി മുന്നിൽ കണ്ട് വിഷമത്തോടെ ഇരിക്കുന്ന ടിൻഡാറിയസിനെ രഹസ്യമായി ചെന്ന് കണ്ട ഒഡീസിയസ് ഇതിന് ഒരു വഴിയുണ്ടെന്നും, പക്ഷേ വിവാഹം കഴിഞ്ഞാൽ നിങ്ങളുടെ സഹോദരനായ ഇക്കാറിയസിൻ്റെ മകളെ അഥവാ പെനലോപ്പിനെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്നും അറിയിക്കുകയാണ്. ഒട്ടും താമസിക്കാതെ ടിൻഡാറിയസ് അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഒഡീസിയസ് തൻ്റെ തന്ത്രം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് ടിൻഡാറിയസ് രാജാവ് വന്നു ചേർന്നിട്ടുള്ള എല്ലാ രാജാക്കന്മാരെയും ഒരുമിച്ച് വിളിച്ചു ചേർക്കുകയും വിഖ്യാതമായ സത്യപ്രതിജ്ഞ ചെയ്യാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയുമുണ്ടായി. ആ പ്രതിജ്ഞയിലെ പ്രധാന ഭാഗം ഇപ്രകാരമാണ്. അതിലൊന്ന്, ഹെലൻ ഏത് പുരുഷനെയാണോ ഭർത്താവായി തിരഞ്ഞെടുക്കുന്നത് ആ തീരുമാനത്തെ എല്ലാ രാജാക്കന്മാരും അംഗീകരിക്കണം. 2, ഭാവിയിൽ ആരെങ്കിലും ഹെലനെ തട്ടിക്കൊണ്ടുപോകാനോ അവരുടെ ദാമ്പത്യം തകർക്കാനോ ശ്രമിച്ചാൽ ഗ്രീസിലെ ബാക്കി എല്ലാ രാജാക്കന്മാരും ഒന്നിച്ച് അണിനിരന്ന് ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുകയും ഹെലനെ തിരിച്ചു കൊണ്ടുവരികയും വേണം. അപ്രകാരം ഹെലനെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഏവരും ഈ ദൈവിക പ്രതിജ്ഞയിൽ പങ്കാളികളാവുകയാണ്. പിന്നീട് ഹെലൻ തൻ്റെ ഭർത്താവായി മെനലേയസിനെ തിരഞ്ഞെടുത്തു. വലിയ ആഘോഷങ്ങളോടെ വിവാഹവും നടന്നു. വാഗ്ദാനം പാലിച്ചുകൊണ്ട് ടിൻഡാറിയസ് രാജാവ് പെനലോപ്പിനെ ഒഡീസിയസുമായി വിവാഹം ചെയ്തു നൽകി. അങ്ങനെ പെനലോപ്പുമായി ഒഡീസിയസ് ഇത്താക്കയിലേക്ക് ആഘോഷപൂർവ്വം മടങ്ങി. മികച്ച ദാമ്പത്യ ജീവിതവും രാജഭരണവും ഒക്കെയായി അവരുടെ ജീവിതം സന്തോഷപൂർവ്വം മുന്നോട്ട് പോയി. പിന്നീട് പെനലോപ്പ് ഗർഭിണിയാവുകയും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അവന് ടെലിമാക്കസ് എന്ന് പേര് നൽകി. വിദൂരങ്ങളിൽ പോരാടുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. തൻ്റെ ഭാര്യയോടും കുഞ്ഞായ ടെലിമാക്കസിനോടൊപ്പം സ്വന്തം രാജ്യത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ഒഡീസിയസ് ജീവിച്ചു. പക്ഷേ അധികം വൈകാതെ വലിയൊരു സംഭവം കൂടി നടക്കുകയുണ്ടായി. കടലിനക്കരെയുള്ള ട്രോയ് എന്ന വൻ സാമ്രാജ്യത്തിലെ രാജകുമാരനായ പാരിസ് മെനലേയസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ അതിഥിയായി എത്തുകയും അവിടെ വച്ച് ഹെലനുമായി പ്രണയത്തിലാവുകയും ട്രോയിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയും ഉണ്ടായി. സമ്മതത്തോടെ ഹെലനെ കൊണ്ടുപോയി എന്നും അല്ലാതെ തട്ടിക്കൊണ്ടുപോയി എന്നും 2 നിരീക്ഷണങ്ങൾ പ്രാചീന ഗ്രീക്ക് എഴുത്തുകളിൽ കാണാം. നിർണായകമായ ആദ്യത്തെ ഹോമറുടെ എഴുത്തിൽ ഹെലൻ എങ്ങനെ ട്രോയിലെത്തി എന്ന് പറയുന്നില്ല. മഹാകാവ്യം യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള സംഭവങ്ങളോടെയാണ് തുടങ്ങുന്നത്. എങ്കിലും
ഇലിയഡ് മഹാകാവ്യത്തിലുടനീളം ഹെലൻ യുദ്ധം മൂലമുണ്ടായ ദുരന്തങ്ങളിൽ ദുഃഖിക്കുകയും സ്വയം കുറ്റപ്പെടുത്തുന്നതും കാണാം. പാരീസിനോടുള്ള ഹെലൻ്റെ വികാരങ്ങളുടെ കാര്യത്തിലും സങ്കീർണതയുണ്ട്. പലയിടത്തും ഹെലൻ പാരീസിനെ ഭീരുവെന്നും കഴിവ് കെട്ടവനെന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഹെലൻ ട്രോയിലും പാരീസിനൊപ്പവും തുടരുന്നുമുണ്ട്. കഥയിലേക്ക് തന്നെ വരാം. ഏതായാലും ഹെലനെ ട്രോയിലേക്ക് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. വാർത്തയറിഞ്ഞ മെനലേയസ് രോഷാകുലനായി. അദ്ദേഹം തൻ്റെ സഹോദരനും അതിശക്തനുമായ മൈസീനയിലെ ചക്രവർത്തിയായ അഗ്മെമ്നണിൻ്റെ അടുത്തെത്തി. തങ്ങളുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള അപമാനത്തിന് പകരം വീട്ടുക എന്ന നിലയിൽ അവർ യുദ്ധത്തിനൊരുങ്ങി. എന്നാൽ ട്രോയ് നഗരം ഒരു സാധാരണ സാമ്രാജ്യമൊന്നുമായിരുന്നില്ല. ദൈവങ്ങൾ തന്നെ പണിതുയർത്തിയ കൂറ്റൻ മതിലുകളുള്ള വലിയൊരു നഗരമാണ്. ആധുനിക ചരിത്ര തേടലുകളിൽ ട്രോയ് എന്ന നഗരം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പലരും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആധുനിക കാലത്തെ തുർക്കി മേഖലയിലാണിത്. യുദ്ധത്തിലോ മറ്റോ അത് പിന്നീട് തകർന്നതാവാം. ട്രോജാൻ യുദ്ധം തന്നെയാണോ, ആ യുദ്ധം അതേപടി നടന്നോ എന്നതിനൊന്നും തെളിവുകളില്ലെങ്കിലും ട്രോയ് നഗരം ഉണ്ടായിരുന്നു എന്ന് പൊതുവിൽ ഇപ്പോൾ ഏവരും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില യഥാർത്ഥ സംഭവങ്ങളുടെ ഓർമ്മകൾ, വായ്മൊഴി പാരമ്പര്യങ്ങൾ, സാങ്കല്പിക ഘടകങ്ങൾ എന്നിവയൊക്കെ ചേർത്ത് സൃഷ്ടിക്കപ്പെട്ടതാണ് ഹോമറുടെ മഹാകാവ്യങ്ങൾ എന്ന നിലയിൽ പറഞ്ഞു വയ്ക്കാം. കഥയിലേക്ക് തന്നെ വരാം. അതിശക്തമായ ട്രോയ് നഗരം കീഴടക്കണമെങ്കിൽ ഗ്രീസിലെ സകല പടയാളികളും അണിനിരക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഒഡീസിയസ് ഉണ്ടാക്കിയ ആ പഴയ ടിൻഡാറിയസിൻ്റെ ദൈവിക പ്രതിജ്ഞ വീണ്ടും ഉയർന്നു വരുന്നത്. ഹെലന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ ഗ്രീസിലെ സകല രാജാക്കന്മാരും യുദ്ധത്തിനിറങ്ങണമെന്ന കൽപ്പനയിൽ ഒഡീസിയസും ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അഗ്മെമ്നോൺ ഗ്രീസിലെ ഓരോ രാജ്യങ്ങളിലേക്കും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യമറിയിച്ച് ദൂതന്മാരെ അയക്കുകയുണ്ടായി. ദൂതന്മാർ ഇത്താക്കയിലേക്കും വരുന്നുണ്ടെന്ന വാർത്ത ഒഡീസിയസ് അറിയുകയും നാടും കുടുംബവും വിട്ടുപോവാൻ താല്പര്യമില്ലാതിരുന്ന ഒഡീസിയസ് ധർമ്മസങ്കടത്തിലാവുകയും ചെയ്തു. ഒഡീസിയസിന് നാടും ജനതയും കുടുംബവും ഒക്കെ വിട്ട് അന്യനാട്ടിൽ പോയി വലിയൊരു യുദ്ധം ചെയ്യാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ യുദ്ധത്തിന് പോയാൽ തിരികെ നാട്ടിലെത്താൻ വർഷങ്ങൾ എടുക്കും എന്നതും ഒരു കാര്യമായിരുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി ഒഡീസിയസ് അതോടെ ഭ്രാന്തനായി അഭിനയിക്കാൻ തീരുമാനിച്ചു. അഗമെമ്നോണിൻ്റെ ദൂതനായ പലാമിഡീസും കൂട്ടരും കൊട്ടാര മേഖലയിലെത്തിയപ്പോൾ കണ്ടത് രാജാവായ ഒഡീസിയസ് രാജവസ്ത്രങ്ങളൊക്കെ അഴിച്ചുവെച്ച് ഭ്രാന്തനെ പോലെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ നിലയിൽ പാടത്ത് നിൽക്കുന്നതാണ്. സ്വാഭാവികമല്ലാത്ത നടപടിയായ ഒരു കാളയെയും ഒരു കഴുതയെയും ഒരുമിച്ച് കെട്ടി പാടം ഉഴുതുകയായിരുന്നു ഒഡീസിയസ്. അപ്പോൾ ഭ്രാന്തനെന്ന് തോന്നാൻ ധാന്യങ്ങൾക്ക് പകരം ഉപ്പും വിതറിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതൊക്കെ കണ്ട പലാമിഡീസിന് ചില സംശയങ്ങളാണ് വന്നു ചേർന്നത്. ഒഡീസിയസിൻ്റെ ബുദ്ധി അറിയാവുന്നത് കൊണ്ട് തന്നെ പലാമിഡീസ് ഈ കാഴ്ച വിശ്വസിച്ചതേയില്ല. പകരം ഒഡീസിയസിനെ പരീക്ഷിക്കാനായി കുഞ്ഞായ ടെലിമക്കസിനെ എടുത്തുകൊണ്ടുവന്ന് പാടത്ത് കിടത്തുകയുണ്ടായി. നിലം ഉഴുതു നീങ്ങുന്ന ആ വരിയിലേക്കാണ് കുഞ്ഞിനെ കിടത്തിയത്. ശരിക്കും ഭ്രാന്തനെങ്കിൽ നിർത്താതെ നിലം ഉഴുതുമെന്നും അല്ലെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഒഡീസിയസിന് അഭിനയം തുടരാനായില്ല. കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതോടെ പലാമിഡീസ്, ഇത്താക്കയുടെ രാജാവേ, ശപഥം പാലിക്കപ്പെടേണ്ടതുണ്ട്, നമുക്ക് ട്രോയിലേക്ക് പോകേണ്ടതുണ്ടെന്നും അറിയിക്കുകയാണ്. താൻ ചതിക്കപ്പെട്ടു എന്നറിഞ്ഞ ഒഡീസിയസിന് പലാമിഡീസിനോട് കടുത്ത വിദ്വേഷമൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും ശപഥം ചെയ്ത വാക്ക് പാലിക്കാൻ നിർബന്ധിതനുമാവുകയാണ്. യുദ്ധവഴിയിൽ ഒഡീസിയസ് പലാമിഡീസിനോട് പിന്നീട് പ്രതികാരം ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഒഡീസിയസ് യുദ്ധത്തിനായി ഒരുങ്ങുകയാണ്. യുദ്ധത്തിന് പുറപ്പെടും മുന്നേ ഗ്രീക്കുകാർക്ക് പ്രവാചകരിൽ നിന്ന് ഒരു വലിയ സന്ദേശം ലഭിക്കുന്നുണ്ട്. കടൽ ദേവതയായ തെറ്റിസിൻ്റെ മകനായ അക്കിലസ് ഒപ്പമില്ലെങ്കിൽ ട്രോയ് നഗരം ഗ്രീസിന് കീഴടക്കാൻ സാധിക്കില്ല. എന്നാൽ അക്കിലസിൻ്റെ അമ്മയായ തെറ്റിസിന് അക്കിലസ് യുദ്ധത്തിന് പോയാൽ അവിടെ വച്ച് കൊല്ലപ്പെടുമെന്ന കാര്യം കൂടി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അക്കിലസിനെ സ്കിറോസ് എന്ന ദ്വീപിലെ ലൈക്കോമിഡീസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒളിപ്പിക്കുകയുണ്ടായി. അവിടെ രാജകുമാരികളുടെ വസ്ത്രമണിഞ്ഞ് അക്കിലസ് നിലകൊള്ളുകയാണ്. അക്കിലസിനെ തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യവും അഗ്മെമ്നോൺ നൽകുന്നത് ഒഡീസിയസിന് തന്നെയാണ്. അങ്ങനെ ഒഡീസിയസ് വലിയൊരു കച്ചവടക്കാരൻ്റെ വേഷത്തിൽ സ്കിറോസിലെ കൊട്ടാരത്തിലെത്തി. രാജകുമാരിമാർക്ക് മുന്നിൽ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ നിരത്തി. എന്നാൽ ഇതിനിടയിൽ ഒരു വാളും കൂടെ അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. ഏവരും വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ നോക്കിയപ്പോൾ അക്കിലസ് ആ വാളിലേക്കാണ് നോക്കി നിന്നത്. ഇതേ സമയം കൊട്ടാരത്തിന് പുറത്തു നിന്നിരുന്ന ഒഡീസിയസിൻ്റെ സംഘം
ആക്രമണമെന്ന നിലയിൽ കാഹളവും യുദ്ധഭീതിയുമൊക്കെ മുഴക്കി മുന്നേറി. ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നു എന്ന പ്രതീതി ഉണ്ടായതോടെ രാജകുമാരിമാരൊക്കെ ഭയന്നോടി. എന്നാൽ അഖിലസ് ഒന്നും ഭയക്കാതെ മുന്നോട്ട് വന്ന് ആ വാളുമെടുത്ത് യുദ്ധത്തിനൊരുങ്ങി നിൽപ്പുറപ്പിച്ചു. ഇത് കണ്ട് ചിരിച്ച ഒഡീസിയസ്, മഹാനായ പോരാളി, വരൂ, ഗ്രീസിന് നിന്നെ ആവശ്യമുണ്ട് എന്നറിയിച്ചു. അങ്ങനെ അഖിലസും ഗ്രീക്ക് പടയുടെ ഭാഗമായി മാറി. ഒടുവിൽ എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങി. 1000-ലധികം കപ്പലുകൾ ഏജിയൻ കടലിൽ ട്രോയിലേക്ക് പുറപ്പെടാനായി ഒരുങ്ങി നിന്നു. കണ്ണീരോടെ പെനലോപ്പും മകനും ഒഡീസിയസിനെ യാത്രയാക്കി. ഇത്താക്കയിലെ മികച്ച പോരാളികൾ നിറഞ്ഞ 12 കപ്പലുകളിലായി സമുദ്രത്തിലൂടെ മുന്നേറി തൻ്റെ രാജ്യത്തോട് ഒഡീസിയസ് വിട പറഞ്ഞു. ഏജിയൻ കടൽ കടന്ന് 1000-ലധികം ഗ്രീക്ക് കപ്പലുകൾ ട്രോയ് നഗരത്തിൻ്റെ തീരത്തെടുത്തു. ട്രോയ് സാമ്രാജ്യത്തെ അത്ര എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കുമെന്നുമായിരുന്നില്ല. അപ്പോളോ, പൊസൈഡൺ എന്നീ പ്രബലരായ ദേവന്മാർ ചേർന്നായിരുന്നു ട്രോയ് നഗരത്തിന് ചുറ്റുമുള്ള ആ കൂറ്റൻ മതിലുകൾ നിർമ്മിച്ചിരുന്നത്. എത്ര വലിയ സൈന്യത്തിനും ആ മതിലുകൾ തകർത്ത് അകത്ത് കടക്കാൻ കഴിയില്ലായിരുന്നു. തീരത്ത് ഗ്രീക്ക് പട എത്തിയതോടെ ഭീകരമായ യുദ്ധം ആരംഭിച്ചു. ട്രോജാൻ സൈന്യത്തിന് നേതൃത്വം നൽകിയത് പാരീസ് രാജകുമാരൻ്റെ ജ്യേഷ്ഠനും ധീരനുമായിരുന്ന ഹെക്ടറായിരുന്നു. അങ്ങനെ യുദ്ധം ദിവസങ്ങളിൽ നിന്ന് മാസങ്ങളിലേക്കും മാസങ്ങളിൽ നിന്ന് വർഷങ്ങളിലേക്കും നീണ്ടു. 10 വർഷങ്ങളാണ് യുദ്ധം നീണ്ടുപോയത്. ഇതിനിടയിൽ ട്രോയയുടെ മണ്ണിൽ വീണത് 10,000-കണക്കിന് പടയാളികളുടെ ചോരയാണ്. ഗ്രീക്ക് പടയിലെ ഏറ്റവും ശക്തനായിരുന്ന, ഏറ്റവും വലിയ യോദ്ധാവായിരുന്ന അക്കിലസ് ഹെക്ടറെ കൊന്നുവെങ്കിലും പിന്നീട് പാരീസിൻ്റെ വിഷ അമ്പേറ്റ് അക്കിലസും കൊല്ലപ്പെട്ടു. ഗ്രീക്ക് വീരനായിരുന്ന അജാക്സ് ഭ്രാന്ത് പിടിച്ച് സ്വയം ജീവനൊടുക്കി. യുദ്ധവഴികളിൽ ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ട്രോയ് നഗരത്തിൻ്റെ വാതിലുകൾ മാത്രം തുറക്കപ്പെട്ടില്ല. ഗ്രീക്ക് സൈന്യം തന്നെ വിജയം കാണാതെ തളർന്നു തുടങ്ങി. പലപ്പോഴും ക്യാമ്പുകളിൽ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ഈ കാലത്താണ് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ കുഞ്ഞിൻ്റെ ജീവൻ വെച്ച് പരീക്ഷിച്ച് തന്നെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച പലാമിഡീസിനോട് ഒഡീസിയസ് പ്രതികാരമൊക്കെ വീട്ടുന്നത്. ഒഡീസിയസ് പലാമിഡീസിൻ്റെ കൂടാരത്തിൽ രഹസ്യമായി കുറച്ച് സ്വർണം ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം ട്രോജാൻ രാജാവായ പ്രിയാമിന് പലാമിഡീസ് എഴുതിയെന്ന രീതിയിൽ ഒരു വ്യാജ കത്ത് ഉണ്ടാക്കി അഗാമെമ്നോണിന് മുന്നിലെത്തിച്ചു. ചാരപ്പണി നടത്തി സ്വർണം വാങ്ങി എന്ന കുറ്റത്തിന് ഗ്രീക്കുകാർ തന്നെ അതോടെ പലാമിഡീസിനെ വധിച്ചു. ഒഡീസിയസ് എതിരാളികളോട് പകവീട്ടാൻ ഒരു ദയയും കാണിക്കില്ല എന്ന് തെളിയിച്ച ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. 10-ാം വർഷത്തിൻ്റെ അവസാനം ഗ്രീക്ക് അധിപനായ അഗമെമ്നോണും ബാക്കി രാജാക്കന്മാരും യുദ്ധം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയാണ്. ഈ യുദ്ധം ഈ രീതിയിൽ വിജയിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായിരുന്നു. എന്നാൽ ഒഡീസിയസ് ഇതിന് സമ്മതിച്ചില്ല. 10 വർഷത്തെ അധ്വാനം വെറുതെയാക്കി തിരികെ ചെന്നാൽ ലോകത്തിന് മുന്നിൽ തന്നെ ഗ്രീക്ക് ശക്തി നാണം കെടുമെന്ന് ഒഡീസിയസ് വാദിച്ചു. ശക്തിയിൽ കീഴടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ തന്ത്രപരമായ ഒരു നീക്കത്തിനായി ഒഡീസിയസ് കരുക്കൾ നീക്കി. അങ്ങനെയാണ് കൂറ്റൻ മരക്കുതിരയുടെ നിർമ്മാണം നടക്കുന്നത്. ഗ്രീക്കുകാരിലെ ഏറ്റവും മിടുക്കനായ ശില്പിയായിരുന്ന എപ്പിയോസിനോട് ഒരു കൂറ്റൻ മരക്കുതിര നിർമ്മിക്കാൻ ഒഡീസിയസ് ആവശ്യപ്പെട്ടു. അകത്ത് ആളുകൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ ഭാഗത്തിൽ വലിയ വയറുള്ള കുതിരയായിരുന്നു നിർമ്മിക്കേണ്ടിയിരുന്നത്. അങ്ങനെ കുതിര സൃഷ്ടിക്കപ്പെട്ടു. കുതിരയുടെ ഉള്ളിലെ രഹസ്യ അറയിൽ ഒഡീസിയസ്, മെനലയസ് തുടങ്ങി മികച്ച 30ഓളം പടയാളികൾ ആയുധങ്ങളുമായി കയറി ഒളിച്ചിരുന്നു. പുറമേ നിന്ന് മനസ്സിലാകാത്ത വിധം പുറം വാതിലുകൾ അടച്ച് കുതിര അങ്ങനെ സൃഷ്ടിക്കപ്പെടുകയാണ്. പിന്നീട് ഗ്രീക്ക് സൈന്യം അവരുടെ കൂടാരങ്ങൾക്കൊക്കെ തീയിടുകയും കപ്പലുകളെല്ലാം അഴിച്ച് യുദ്ധത്തിൽ നിന്ന് തോറ്റു പിന്മാറുന്നു എന്ന നിലയിൽ യാത്ര ആരംഭിച്ച്, എന്നാൽ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ദ്വീപ് മേഖലയ്ക്ക് പുറകിൽ പോയി തമ്പടിക്കുകയും ചെയ്തു. അങ്ങനെ കടൽ തീരത്ത് ഈ കൂറ്റൻ മരക്കുതിരയും സിനോൺ എന്ന ഒരൊറ്റ ഗ്രീക്ക് പടയാളിയും മാത്രം അവശേഷിച്ചു. പിറ്റേന്ന് രാവിലെ ട്രോയ് നഗരനിവാസികൾ കാണുന്നത് 10 വർഷത്തോളമായി തങ്ങളെ ഉപരോധിച്ചിരിക്കുന്ന ഗ്രീക്ക് സൈന്യം ഓടിപ്പോയിരിക്കുന്നതാണ്. ഇത് കണ്ട ജനത തീരത്തേക്ക് സന്തോഷപൂർവ്വം ഓടിയെത്തുകയും സിനോണിനെ പിടികൂടുകയും ഒക്കെ ചെയ്തു. ഗ്രീക്കുകാർ എന്നെ ബലി കൊടുക്കാൻ നോക്കിയതാണെന്നും ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടെന്നും ഏതൻസ് ദേവതയായ അഥീനയുടെ കോപം മാറ്റാൻ അവർ ഉണ്ടാക്കിയ വഴിപാടാണ് ഈ മരക്കുതിര എന്നും ഇത് നിങ്ങൾ ട്രോയ് നഗരത്തിനുള്ളിൽ കയറ്റിയാൽ അഥീന ദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുമെന്നും സിനോൺ പറഞ്ഞു വയ്ക്കുകയാണ്. സന്തോഷം കൊണ്ട് മതിമറന്ന ട്രോയ് ജനത മരക്കുതിരയെ അങ്ങനെ അകത്ത് കയറ്റുകയുണ്ടായി.
മരക്കുതിര വളരെ വലുതായതിനാൽ പ്രധാന കവാടത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഒരു ഭാഗം പൊളിച്ചൊക്കെയാണ് കുതിരയെ നഗരത്തിലേക്ക് വലിച്ചു കയറ്റുന്നത്. ഏതായാലും ഗ്രീക്കുകാർ ഓടിപ്പോയെന്ന നിലയിൽ അന്ന് രാത്രി ട്രോയ് നഗരം ചരിത്രത്തിലില്ലാത്ത വിധം ആഘോഷത്തിലമർന്നു. 10 വർഷത്തെ യുദ്ധം ജയിച്ച വലിയ സന്തോഷം എങ്ങും ആർത്തിരമ്പി. രാത്രി കഴിഞ്ഞ് പതിയെ നഗരം നിശബ്ദമായപ്പോൾ സിനോൺ പതുക്കെ ചെന്ന് മരക്കുതിരയുടെ വയറ്റിലെ രഹസ്യ അറ തുറന്നു. അതിൽ നിന്ന് ഒഡീസിയസും കൂട്ടരുമൊക്കെ നിശബ്ദരായി പുറത്തിറങ്ങി. അവർ നേരെ ചെന്ന് ട്രോയിയുടെ വലിയ വാതിലുകൾ തുറന്നുകൊടുത്തു. ദ്വീപിന് പിന്നിൽ ഒളിച്ചിരുന്ന പ്രധാന ഗ്രീക്ക് സൈന്യം കപ്പലുകളിൽ തിരിച്ചെത്തി ട്രോയ് നഗരത്തിലേക്ക് ഇരച്ചു കയറി. ട്രോജാൻ സൈന്യത്തെ തകർത്ത് തരിപ്പണവുമാക്കി. ട്രോയ് നഗരത്തിന് അവർ തീയിട്ടു. പടയാളികളെയും പ്രഭുക്കന്മാരെയും കൊന്നൊടുക്കി. പ്രിയാം രാജാവിനെ അഖിലസിൻ്റെ മകനായ നെപ്റ്റോലമസ് വധിച്ചു. ഹെനലെ മെനലയസ് തന്നെ തിരികെ സ്വന്തമാക്കി. അപ്രകാരം ഒഡീസിയസ് തൻ്റെ തന്ത്രത്തിലൂടെ 10 വർഷം നീണ്ട ട്രോജൻ യുദ്ധം ഒരൊറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിച്ചു. പക്ഷേ വിജയഭേരിയിൽ ഗ്രീക്കുകാർ ട്രോയിലെ ദേവാലയങ്ങൾ അടക്കം തകർത്തു. അധീന ദേവതയുടെ ക്ഷേത്രത്തിൽ വെച്ച് പ്രവാചകയായ കസാന്ദ്രയെ ആക്രമിച്ചു. ഹെക്ടറിൻ്റെ പിഞ്ചുകുഞ്ഞായിരുന്ന അസ്റ്റ്യാനക്സിനെ കൊട്ടാര മതിലിന് മുകളിൽ നിന്ന് എറിഞ്ഞു കൊന്നു. ഗ്രീക്കുകാരുടെ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ദൈവങ്ങളെ പ്രകോപിപ്പിച്ചു. അധീന ദേവതയും സമുദ്രദൈവമായ പൊസൈഡണുമൊക്കെ ഗ്രീക്കുകാർക്കെതിരെ തിരിഞ്ഞു. വിജയശ്രീലാളിതരായി ഇതാക്കയിലേക്ക് തിരിച്ചുള്ള കപ്പൽ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. എന്നാൽ അത് വിജയമായിരുന്നില്ല. പകരം മറ്റൊരു 10 വർഷത്തെ നരകയാതനയും കടലിലെ അലച്ചിലിലും നിറഞ്ഞ യാത്രയായിരുന്നു. ഇവിടെ വച്ചാണ് ലോകപ്രശസ്തമായ അടുത്ത മഹാകാവ്യമായ ഒഡീസി ആരംഭിക്കുന്നത്. ട്രോയ് നഗരം തകർത്ത് ഒഡീസിയസും അദ്ദേഹത്തിൻ്റെ പടയാളികളും 12 കപ്പലുകളിലായി ഇത്താക്ക ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനുള്ള വ്യഗ്രതയിലായിരുന്നു ആ യാത്ര. എന്നാൽ വിജയലഹരിയിൽ അവർ ചെയ്ത ക്രൂരതകൾ കാരണം ദൈവങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞു എന്ന കാര്യം അവർ മറന്നുപോയിരുന്നു. സ്വാഭാവികമായും അവരുടെ വഴിയിൽ കൊടുങ്കാറ്റ് വരികയും കപ്പലുകൾ വേറെ ദിശയിലേക്ക് തിരിയുകയും ചെയ്തു. അങ്ങനെ അവർ എത്തിയത് കിക്കോണുകളുടെ നാടായ ഇസ്മറസിലായിരുന്നു. വിജയത്തിൽ അഹങ്കരിച്ചിരുന്ന ഒഡീസിയസിൻ്റെ പടയാളികൾ ആ നഗരം തന്നെ ആക്രമിക്കുകയും അവിടെയുള്ള പുരുഷന്മാരെ കൊന്ന് സ്വത്തുക്കളും ഭക്ഷണവുമൊക്കെ കവരുകയും ചെയ്തു. അപകടം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഒഡീസിയസ് പെട്ടെന്ന് തിരികെ വരാൻ ആവശ്യപ്പെട്ടെങ്കിലും വിജയത്തിൽ ആഘോഷിച്ച പടയാളികൾ അത് അംഗീകരിച്ചില്ല. ഈ സമയം ഓടിപ്പോയ കിക്കോണുകൾ അയൽ നാടുകളിൽ നിന്ന് വലിയൊരു സൈന്യവുമായി എത്തി ഗ്രീക്കുകാരെ ആക്രമിക്കുകയുണ്ടായി. ഈ പോരാട്ടത്തിൽ ഒഡീസിയസിന് 70ഓളം കരുത്തരായ പടയാളികളെ നഷ്ടമാവുകയുണ്ടായി. ഏതായാലും ജീവൻ രക്ഷിക്കാൻ കപ്പലുകളിൽ കയറി ഒഡീസിയസും സംഘവും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും ഇതോടെ തങ്ങളുടെ അഹങ്കാരത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഒഡീസിയസ് മനസ്സിലാക്കി. കപ്പലുകളുടെ തുടർന്നുള്ള യാത്രയിലും കൊടുങ്കാറ്റ് നിറഞ്ഞു. വീശിയടിച്ച കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗതിമാറിയ അവരുടെ സഞ്ചാരം 9 ദിവസങ്ങൾക്കപ്പുറം ലോട്ടസ് ഈറ്റേഴ്സ് എന്നറിയപ്പെടുന്ന വിചിത്രമായ മനുഷ്യർ ജീവിക്കുന്ന ഒരു ദ്വീപിൽ ചെന്നടിയുകയുണ്ടായി. അവിടെയുള്ള ജനത പൊതുവിൽ ശാന്ത സ്വഭാവക്കാരായിരുന്നു. അവർ ലോട്ടസ് എന്ന പ്രത്യേകതരം മാന്ത്രിക പൂവും അവിടുത്തെ പഴങ്ങളും കഴിച്ചാണ് ജീവിച്ചിരുന്നത്. ദ്വീപിൻ്റെ അവസ്ഥ അറിയാൻ 3 പടയാളികളെ ഒഡീസിയസ് കരയിലേക്ക് അയക്കുകയാണ്. അവിടെ എത്തിയ പടയാളികളെ സ്വീകരിച്ച ജനത അവർക്ക് ലോട്ടസ് പഴങ്ങൾ കഴിക്കാൻ കൊടുത്തു. എന്നാൽ പഴം കഴിച്ചതും അവരുടെ മനസ്സിൽ നിന്ന് അവരുടെ വീടും കുടുംബവും യുദ്ധവും എല്ലാം മാഞ്ഞുപോയി. തിരിച്ചു പോകണമെന്ന ബോധം പോലും അവർക്ക് ഇല്ലാതായി. തൻ്റെ പടയാളികൾ തിരിച്ചു വരാത്തതിനെ തുടർന്ന് അന്വേഷിച്ച ഒഡീസിയസ് കാര്യങ്ങൾ മനസ്സിലാക്കി. അതോടെ കൂടുതൽ പടയാളികളെ അയച്ച് 3 പേരെയും പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് കപ്പലിൽ കെട്ടിയിടേണ്ടി വന്നു. ബാക്കിയുള്ളവരോട് ആ പഴത്തിൽ തുടരുത് എന്ന കർശന നിർദ്ദേശവും ഒഡീസിയസ് നൽകി. അങ്ങനെ കപ്പലുകളിൽ അവർ വീണ്ടും യാത്ര തുടർന്നു. യാത്ര ചെയ്ത് അവർ പിന്നീട് എത്തുന്നത് ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ പേടിപ്പെടുത്തുന്ന ഒരു ദ്വീപിലേക്കായിരുന്നു. അവിടെ ജീവിച്ചിരുന്നത് നെറ്റിയുടെ നടുവിൽ ഒറ്റക്കണ്ണ് മാത്രമുള്ള സൈക്ലോപ്സ് എന്ന രാക്ഷസനായിരുന്നു. ഒഡീസിയസും 12 പടയാളികളും ഭക്ഷണവും മറ്റും അന്വേഷിച്ച് ആ ദ്വീപിലേക്ക് കയറുകയും ഒരു വലിയ ഗുഹ കണ്ട് അതിൽ കയറിയപ്പോൾ നിറയെ പാൽപാത്രങ്ങളും ആട്ടിൻകുട്ടികളെയും ഒക്കെ കാണുകയുണ്ടായി. പടയാളികൾ ആവശ്യത്തിന് ഭക്ഷണവും മറ്റും എടുത്ത ശേഷം വേഗം മടങ്ങാമെന്ന് പറഞ്ഞെങ്കിലും അവിടെയുള്ള ആ വലിയ ജീവി ആരാണെന്നറിയാനുള്ള കൗതുകത്തിൽ ഒഡീസിയസ് മടക്കം വൈകിപ്പിച്ചു.
നേരം ഇരുട്ടിയതോടെ ഗുഹയുടെ ഉടമസ്ഥനായ പോളിഫീമസ് എന്ന സർവശക്തനായ സൈക്ലോപ്സ് തൻ്റെ ആട്ടിൻകൂട്ടവുമായി തിരിച്ചെത്തി. ഗുഹയ്ക്കുള്ളിൽ കയറിയതിനു ശേഷം വളരെ വലിയൊരു പാറക്കല്ലെടുത്ത് ഗുഹയുടെ വായ അടച്ചു പൂട്ടുകയും ചെയ്തു. അകത്ത് മനുഷ്യരെ കണ്ടതോടെ രാക്ഷസൻ രോഷാകുലനായി. രാക്ഷസൻ ആക്രോശിച്ച് ഒഡീസിയസിൻ്റെ 2 പടയാളികളെ കൈക്കലാക്കി നിലത്തടിച്ചു കൊന്ന് പച്ചയ്ക്ക് തിന്നു തീർത്തു. ഇത് കണ്ട് ബാക്കിയുള്ളവർ പേടിച്ചു വിറച്ചു. ഇതിനുശേഷം കിടന്നുറങ്ങിയ രാക്ഷസനെ വാളുകൊണ്ട് കുത്തിക്കൊല്ലാമായിരുന്നെങ്കിലും അവരത് ചെയ്തില്ല. കാരണം രാക്ഷസനല്ലാതെ ആർക്കും ആ പാറ മാറ്റാൻ സാധിക്കില്ല. പിറ്റേന്ന് രാക്ഷസൻ വീണ്ടും 2 പേരെ കൂടി തിന്നു. ഇതിനുശേഷം ഒഡീസിയസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വീര്യം കൂടിയ മാന്ത്രിക വീഞ്ഞ് ഒരു പാത്രത്തിലാക്കി രാക്ഷസന് നൽകി. ഇത് കുടിച്ച രാക്ഷസൻ സന്തോഷത്തോടെ മദ്യലഹരിയിൽ ബോധം കെട്ടു വീണു. അതേസമയം ഒഡീസിയസ് തടിയുടെ ഒരു വലിയ കഷ്ണമെടുത്ത് മൂർച്ചയാക്കി തീയിലിട്ട് പഴുപ്പിച്ചു. തുടർന്ന് രാക്ഷസൻ്റെ ആ കണ്ണിലേക്ക് ശക്തിയിൽ കുത്തിയിറക്കി. വേദന കൊണ്ട് ഭ്രാന്ത് പിടിച്ച രാക്ഷസൻ അലറിക്കൊണ്ട് എഴുന്നേറ്റു. ഈ സമയം പടയാളികൾ ഗുഹയുടെ സുരക്ഷിത മേഖലയിൽ ഒളിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ കണ്ണു കാണാത്ത പോളിഫീമസ് തൻ്റെ ആടുകളെ പുറത്തുവിടാനായി ഗുഹയുടെ വായയിലെ പാറ പതുക്കെ മാറ്റി. മനുഷ്യർ ആരും തന്നെ രക്ഷപ്പെടാതിരിക്കാൻ ഓരോ ആടിൻ്റെയും പുറം തടവിയാണ് രാക്ഷസൻ വിട്ടത്. പക്ഷേ ഒഡീസിയസും കൂട്ടരും ആടുകളുടെ വയറിൻ്റെ അടിഭാഗത്ത് കെട്ടിപ്പിടിച്ച് കിടന്നു. രാക്ഷസൻ പുറം ഭാഗം മാത്രം തടവിയത് കൊണ്ട് തന്നെ അവർ ആടുകൾക്കൊപ്പം സുരക്ഷിതമായി പുറത്തെത്തി. അവർ ഓടി കപ്പലുകളിൽ കയറി. കപ്പലുകൾ തീരത്ത് നിന്ന് മാറി തുടങ്ങി. എന്നാൽ ഇതിനിടയിൽ അഹങ്കാരം മൂത്ത ഒഡീസിയസിന് സ്വയം നിയന്ത്രിക്കാനായില്ല. ഹേ സൈക്ലോപ്സേ, നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത് ഇതാക്കയിലെ രാജാവായ ലായർട്ടീസിൻ്റെ മകൻ ഒഡീസിയാസ് ആണെന്ന് വിളിച്ചു പറയുകയുണ്ടായി. എന്നാൽ ആ വെല്ലുവിളി നിറഞ്ഞ ശബ്ദം ഒരു വലിയ വിഡ്ഢിത്തമായി മാറുകയാണ്. കാരണം പോളിഫീമസ് എന്നത് വെറുമൊരു രാക്ഷസൻ മാത്രമായിരുന്നില്ല, സമുദ്രദൈവമായ പൊസൈഡൻ്റെ മകനായിരുന്നു. തൻ്റെ കണ്ണ് കളഞ്ഞതാരെന്ന് മനസ്സിലാക്കിയ പോളിഫീമസ് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു. പിതാവായ പൊസൈഡ, ആ ഒഡീസിയസ് ഇനി ഒരിക്കലും നാട്ടിൽ തിരിച്ചെത്തരുത്. അവൻ്റെ വിധിയനുസരിച്ച് ഇനി എത്തുകയാണെങ്കിൽ തന്നെ അവൻ്റെ കൂട്ടുകാരെല്ലാം ചത്തുപോയി വർഷങ്ങൾ മാത്രം കഴിഞ്ഞ് അവൻ്റെ നാട് ദുരിതത്തിൽ അമരുമ്പോൾ മാത്രം ഏകനായി കാലുകുത്തട്ടെ. മകൻ്റെ പ്രാർത്ഥന കേട്ട സമുദ്രദൈവം അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ സ്വന്തം അഹങ്കാരം കൊണ്ട് ഒഡീസിയസ് ക്ഷണിച്ചു വരുത്തിയ ഈ ശാപമാണ് ഒഡീസിയസിൻ്റെ പിന്നീടുള്ള ജീവിതത്തെയും കപ്പലുകളെയും ഒക്കെ തകർത്ത് കളയുന്നത്. പോളിഫീമസിൻ്റെ ദ്വീപിൽ നിന്നും രക്ഷപ്പെട്ട ഒഡീസിയസും കൂട്ടരും അടുത്തതായി ചെന്നെത്തുന്നത് അയോളിയ എന്ന ഒഴുകുന്ന ദ്വീപിലാണ്. കാറ്റുകളുടെ ദൈവമായ അയോളസ് ആയിരുന്നു അവിടുത്തെ ഭരണാധികാരി. ഒഡീസിയസിൻ്റെ ട്രോജാൻ യുദ്ധവീരകഥകൾ കേട്ട് സന്തുഷ്ടനായിരുന്ന അയോളസ് അവരെ അതിഥികളായി സ്വീകരിച്ചു. മടങ്ങുന്ന സന്ദർഭത്തിൽ വേഗം നാട്ടിലെത്താൻ അനുകൂലമായ ഒരു കാറ്റ് സൃഷ്ടിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ എതിരാവാൻ സാധ്യതയുള്ള കൊടുങ്കാറ്റുകളെയും മറ്റും ഒരു കാളത്തോൽ സഞ്ചിയിലാക്കി ആരും കാണാതെ കൂട്ടിക്കെട്ടി ഒഡീസിയസിന് നൽകുകയുമുണ്ടായി. ഈ സഞ്ചി ഒരു കാരണവശാലും തുറക്കരുതെന്ന മുന്നറിയിപ്പും കാറ്റിൻ്റെ ദേവനായ അയോളസ് നൽകുകയുണ്ടായി. അങ്ങനെ ഒഡീസിയസും സംഘവും അവരുടെ യാത്ര തുടർന്നു. 10-ാം ദിവസം വിദൂരതയിൽ അവരുടെ നാടായ ഇത്താക്കയും കുന്നുകളുമൊക്കെ അവർക്ക് ദൃശ്യമായി തുടങ്ങി. എന്നാൽ ഈ സമയം ഒഡീസിയസ് ഉറങ്ങിപ്പോയി. കപ്പലിലെ പടയാളികളിൽ ചിലർ അയോളസ് രാജാവ് ഒഡീസിയസിന് രഹസ്യമായി നൽകിയത് എന്താണെന്നറിയാനുള്ള വ്യഗ്രതയിൽ ഒഡീസിയസ് ഉറങ്ങുന്ന സമയം ആ സഞ്ചി വലിച്ചു തുറക്കുകയുണ്ടായി. അതോടെ വിധി വീണ്ടും മാറിമറിഞ്ഞു. സമുദ്രം ഇളകി മറിഞ്ഞു. ഇത്താക്കയുടെ തീരത്തെത്താറായിരുന്ന ആ കപ്പലുകളെ കൊടുങ്കാറ്റ് പിന്നിലേക്ക് അവർ വന്ന അതേ വഴിയിലേക്ക് വലിച്ച് ദൂരേക്കെറിഞ്ഞു. കണ്ണു തുറന്ന ഒഡീസിയസ് കണ്ടത് കപ്പലുകൾ ഇത്താക്കയിൽ നിന്ന് അകന്നു പോകുന്നതാണ്. നിരാശയിൽ നിറഞ്ഞ ഒഡീസിയസ് കടലിൽ ചാടി മരിക്കാൻ വരെ ഒരുങ്ങി. ഇവർ വീണ്ടും അയോളസിൻ്റെ ദ്വീപിലെത്തിയെങ്കിലും ദൈവങ്ങളാൽ ശപിക്കപ്പെട്ടവർ എന്ന നിലയിൽ അവരെ ഇത്തവണ സ്വീകരിക്കുകയുണ്ടായില്ല. അങ്ങനെ എവിടെയോ എത്തിയ ഒഡീസിയസിൻ്റെ കപ്പൽപ്പട യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടെ കാറ്റുകൾ തീരെയില്ലാത്ത അവസ്ഥയും വന്നെത്തി. അതോടെ ഒഡീസിയസിൻ്റെ പട തുഴഞ്ഞ് തളർന്നു. അങ്ങനെ അവർ എത്തുന്നത് ലെസ്ട്രിഗോണിയക്കാരുടെ നാട്ടിലാണ്. പാറക്കെട്ടുകൾ നിറഞ്ഞ തുറമുഖമായിരുന്നു അത്. ഒഡീസിയസ് തൻ്റെ കപ്പൽ കടലിൽ തന്നെ നിർത്തി ബാക്കിയുള്ളവരോട് തീരത്തടുക്കാൻ അനുവാദം നൽകി. ദ്വീപിലെ അവസ്ഥയറിയാൻ പടയാളികളെ അയക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ജീവിച്ചിരുന്നത് മനുഷ്യരായിരുന്നില്ല, പകരം കൂറ്റൻ നരഭോജി രാക്ഷസന്മാരായിരുന്നു. അവരുടെ രാജാവായ ആൻറ്റിഫേറ്റ്സ് ഒഡീസിയസിൻ്റെ ഒരു ഭടനെ പിടിച്ച് തിന്നുകയും ചെയ്തു.
അപകടം മണത്ത പടയാളികൾ തിരിച്ചു വരാൻ ഒരുങ്ങിയെങ്കിലും ഈ സമയം നരഭോജികൾ കുന്നിൻ മുകളിലെത്തി വലിയ പാറക്കല്ലുകൾ തുറമുഖത്തിൽ എത്തിയിട്ടുള്ള കപ്പലുകൾക്ക് നേരെ എറിഞ്ഞുകൊണ്ടിരുന്നു. കപ്പലുകൾ തകർന്ന് തരിപ്പണമായി. ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു. വെള്ളത്തിൽ വീണവരെ നരഭോജികൾ കോരിയെടുത്ത് തിന്നാനും ആരംഭിച്ചു. തൻ്റെ പടയാളികളെ ഇനി രക്ഷിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഒഡീസിയസ് തൻ്റെ കപ്പലിൻ്റെ കയർ വെട്ടിമാറ്റി അവിടെ നിന്നും രക്ഷപ്പെട്ടു. അപ്രകാരം 12 കപ്പലുകളും 1000-ഓളം പടയാളികളുമായി ഇറങ്ങിയ ഒഡീസിയസിന് ഇപ്പോൾ ബാക്കിയുള്ളത് ഒരൊറ്റ കപ്പലും ഏതാനും പടയാളികളും മാത്രമാണ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഏക കപ്പലുമായി ഒഡീസിയസും കൂട്ടരും എന്നാൽ യാത്ര തുടർന്നു. യാത്രയിൽ അവർ പിന്നീട് എത്തുന്നത് ഈയ എന്ന ദ്വീപിലാണ്. സൂര്യദേവൻ്റെ മകളും ഭയാനകമായ മാന്ത്രിക ശക്തികളുള്ള കിർക്കെ എന്ന സുന്ദരിയായ മന്ത്രവാദിനിയുടെ ദ്വീപുമായിരുന്നു അത്. ഒഡീസിയസ് തൻ്റെ വിശ്വസ്തനായ യുറീലോക്കസിൻ്റെ നേതൃത്വത്തിൽ പകുതി ആളുകളെ ദ്വീപ് പരിശോധിക്കാനായി അയച്ചു. കാട്ടിലൂടെ നടന്ന് അവർ ഒടുവിൽ കിർക്കയുടെ മനോഹരമായ കൊട്ടാരത്തിലെത്തി. അവിടെ ചുറ്റും സിംഹങ്ങളും ചെന്നായ്ക്കളും തുടങ്ങി പല ജീവികളും അലഞ്ഞു തിരിയുന്നുണ്ടായിരുന്നു. മനുഷ്യരെ കാണാത്തത് കൊണ്ട് തന്നെ പടയാളികളൊക്കെ അത്ഭുതപ്പെട്ടു. സത്യത്തിൽ ഈ ജീവികളെല്ലാം തന്നെ കിർക്കെ മന്ത്രവാദം കൊണ്ട് മൃഗങ്ങളാക്കി മാറ്റിയ മനുഷ്യർ തന്നെ ആയിരുന്നു. പടയാളികളെ കണ്ട കിർക്കെ അവരെ വലിയ സ്വീകരണമൊക്കെ നൽകി സ്വീകരിച്ചു. അവർക്ക് ഭക്ഷണവും വീഞ്ഞും നൽകി. എന്നാൽ അവർ ഭക്ഷണത്തിൽ ഒരു മാന്ത്രിക മരുന്ന് കലർത്തിയിരുന്നു. പടയാളികൾ ഭക്ഷണം കഴിച്ചതോടെ കിർക്കെ തൻ്റെ മാന്ത്രിക വടികൊണ്ട് അവരെ തൊടുകയും അവരൊക്കെ പന്നികളായി മാറുകയും ചെയ്തു. മനുഷ്യ മനസ്സും ബോധവും അതുപോലെ നിലനിന്ന് രൂപം പന്നികളായി മാറുന്ന അവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. കിർക്കെ അവരെയൊക്കെ പന്നിത്തൊഴുത്തിലേക്ക് തള്ളുകയും ചെയ്തു. സംഗതി പന്തിയല്ലെന്ന് തോന്നിയ യുറീലോക്കസ് തിരിച്ച് ഓടിയെത്തുകയും വിവരങ്ങൾ ഒഡീസിയസിനെ അറിയിക്കുകയും ചെയ്തു. അതോടെ തൻ്റെ ആളുകളെ രക്ഷിക്കാനായി ഒഡീസിയസ് കിർക്കയുടെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ ദൈവങ്ങളുടെ ദൂതനായ ഹെർമസ് ഒഡീസിയസിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഹെർമസ് അവന് മോളി എന്നു പേരുള്ള ഒരു മാന്ത്രിക ചെടി നൽകുകയും ഭക്ഷണ സമയത്ത് അത് കഴിച്ചാൽ കിർക്കയുടെ വിദ്യകൾ നിന്നെ ബാധിക്കില്ലെന്നും അറിയിച്ചു. ഒഡീസിയസ് കൊട്ടാരത്തിലെത്തി പിന്നീട് കിർക്കയുടെ ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നാൽ കിർക്കെ മാന്ത്രിക വടിയെടുത്ത് ഒഡീസിയസിനെ തൊട്ടപ്പോൾ അദ്ദേഹം പന്നിയായി മാറിയില്ല. ഉടനെ ഒഡീസിയസ് തൻ്റെ വാളൂരി കിർക്കയുടെ കഴുത്തിനു നേരെ പിടിച്ചു. ഭയന്ന കിർക്കെ ഒഡീസിയസിൻ്റെ കാൽക്കൽ വീണ് ക്ഷമാപണം നടത്തി. തൻ്റെ ആളുകളെ പഴയ രൂപത്തിലേക്കാക്കാൻ ഒഡീസിയസ് ആവശ്യപ്പെട്ടു. അങ്ങനെ പടയാളികൾ തിരികെ മനുഷ്യരൂപത്തിലേക്ക് തന്നെ എത്തി. ഏതായാലും ഇതോടെ കിർക്കെ ഇവരുടെ ശത്രുവല്ലാതായി. വലിയ സന്തോഷത്തിൽ ഒഡീസിയസും കൂട്ടരും ഒരു വർഷത്തോളം കാലം അവിടെ താമസിച്ചു. എന്നാൽ അത് കഴിഞ്ഞ് പോകാൻ ഒരുങ്ങിയ ഒഡീസിയസിനോട് കിർക്കെ ഭയാനകമായ ആ സത്യം വെളിപ്പെടുത്തി. ഒഡീസിയസിന് നേരിട്ട് ഇത്താക്കയിലേക്ക് പോകാൻ കഴിയില്ലെന്നും പകരം നിന്റെ വഴി അറിയണമെങ്കിൽ മരിച്ചവരുടെ ലോകമായ പാതാളത്തിലേക്ക് നീ പോകണമെന്നും അവിടെയുള്ള അന്ധനായ പ്രവാചകനായ ടൈറേഷ്യസിൻ്റെ ആത്മാവിനോട് ചോദിച്ചാൽ മാത്രമേ വീട്ടിലെത്താനുള്ള വഴി നിനക്ക് ലഭിക്കൂ എന്നും അറിയിച്ചു. ജീവനോടെ പാതാളത്തിലേക്ക് പോവുക എന്ന ഭയാനകമായ ദൗത്യം ഒഡീസിയസിന് മുകളിൽ അങ്ങനെ വന്നു ചേരുകയാണ്. സാധാരണ മനുഷ്യന് സങ്കല്പിക്കാൻ പോലും ആവാത്ത കാര്യമായിരുന്നെങ്കിലും ഇത്താക്കയിൽ തിരിച്ചെത്താൻ മറ്റു വഴികളില്ലെന്ന് മനസ്സിലാക്കിയ ഒഡീസിയസ് കിർക്കയുടെ നിർദ്ദേശപ്രകാരം കപ്പൽ തെക്കോട്ടേക്ക് യാത്ര തുടങ്ങി. അങ്ങനെ സൂര്യപ്രകാശമൊന്നും ഒരിക്കലും എത്താത്ത നിത്യമായ ഇരുട്ട് മൂടി കിടക്കുന്ന സിമേറിയന്മാരുടെ നാട്ടിലേക്ക് അവർ എത്തിച്ചേർന്നു. അവിടെ വെച്ച് പാതാളത്തിലേക്കുള്ള കവാടത്തിന് സമീപം പൂജകളും ബലിയുമൊക്കെ നൽകിയതിനു ശേഷം ഒഡീസിയസ് കാത്തിരുന്നു. ബലി നൽകിയ ചോരയറിഞ്ഞ് ഒട്ടനേകം ആത്മാക്കൾ എത്തിയെങ്കിലും അതിനെയൊക്കെ ഒഡീസിയസ് തടഞ്ഞു നിർത്തി. ഒടുവിൽ പ്രവാചകനായ ടൈറേഷ്യസിൻ്റെ ആത്മാവെത്തുകയും ചോര കുടിക്കുകയും ചെയ്തു. അങ്ങനെ ബോധം വീണ്ടു കിട്ടിയ പ്രവാചകൻ ഒഡീസിയസിനോട് തൻ്റെ പ്രവചനങ്ങൾ വെളിപ്പെടുത്തി. അത് ഇപ്രകാരമാണ്. 1. പൊസൈഡൻ്റെ കോപം. പോളിംഫീമസിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചതിനാൽ സമുദ്രദൈവമായ പൊസൈഡൻ കടുത്ത ദേഷ്യത്തിലാണ്. അവൻ നിന്റെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. 2. യാത്രക്കിടയിൽ നിങ്ങൾ സൂര്യദേവനായ ഹീലിയോസിൻ്റെ വിശുദ്ധ പശുക്കൾ മേയുന്ന ദ്വീപിലെത്തും. ഒരു കാരണവശാലും ആ പശുക്കളെ കൊല്ലരുത്. അങ്ങനെ സംഭവിച്ചാൽ നിന്റെ കപ്പലും കൂട്ടുകാരും സകലതും നശിക്കും. 3. നീ ഏകനായിട്ടായിരിക്കും മടങ്ങിയെത്തുന്നത്. അതും വർഷങ്ങൾ കഴിഞ്ഞ് നരകയാതനകളൊക്കെ അനുഭവിച്ചതിന് ശേഷം മാത്രം. 4. നാട്ടിലേക്കെത്തിയാൽ അവിടെ എതിരാളികളുണ്ടാകും. അവരെ നിനക്ക് വധിക്കേണ്ടി വരും. ഒടുവിൽ കടലിനെക്കുറിച്ചൊന്നും അറിവില്ലാത്ത ഒരു നാട്ടിൽ പോയി
പൊസൈഡന് ബലിയർപ്പിച്ചാൽ മാത്രമേ നിന്റെ ശാപം പൂർണ്ണമായി മാറൂ എന്നും ടൈറേഷ്യസ് ഒഡീസിയസിനോട് തൻ്റെ പ്രവചനങ്ങളായി പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ടൈറേഷ്യസിന് ശേഷം പാതാളത്തിൽ വെച്ച് ഒഡീസിയസ് തൻ്റെ ഭൂതകാലത്തിലെ പ്രധാനപ്പെട്ട ആത്മാക്കളെ കണ്ടുമുട്ടുന്നുണ്ട്. ഒഡീസിയസിനെ മാനസികമായി തകർക്കുന്ന കണ്ടുമുട്ടലുകൾ കൂടിയായിരുന്നു അവയൊക്കെ. അതിലൊരാൾ ഒഡീസിയസിൻ്റെ അമ്മയായ ആൻറ്റിക്ലിയ ആയിരുന്നു. ട്രോജാൻ യുദ്ധത്തിന് പോയ മകൻ മരിച്ചെന്ന് കരുതി വിഷമം താങ്ങാനാവാതെ ആ അമ്മ സ്വയം ഇല്ലാതായതായിരുന്നു. അവരെ കണ്ട ഒഡീസിയസ് പൊട്ടിക്കരഞ്ഞു. മറ്റൊരാൾ യുദ്ധസമയത്തെ നായകനായിരുന്ന അഗ്മെമ്നോണായിരുന്നു. ട്രോയ് യുദ്ധം ജയിച്ച് നാട്ടിലെത്തിയ അഗ്മെമ്നോണെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. മറ്റൊരാൾ സാക്ഷാൽ അക്കിലസ് ആയിരുന്നു. യുദ്ധക്കളത്തിലെ ധീരനായ അക്കിലസ് മരിച്ചവരുടെ ലോകത്ത് രാജാവാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ജീവനുള്ള ലോകത്ത് വെറുമൊരു കൂലിക്കാരനായി ജീവിക്കുന്നതായിരുന്നു എന്ന് ഒഡീസിയസിനോട് പറയുകയുണ്ടായി. തൻ്റെ പഴയ കൂട്ടുകാരെയും അമ്മയെയും കണ്ട വേദനയിൽ ഒഡീസിയസ് പാതാളത്തിൽ നിന്ന് പുറത്തു കടന്നു. വീണ്ടും കിർക്കയുടെ ദ്വീപിൽ തിരിച്ചെത്തി. മുന്നോട്ടുള്ള വഴികളിലെ അപകടങ്ങളെക്കുറിച്ച് കിർക്കെ മുന്നറിയിപ്പ് നൽകുകയും അതിനെ തരണം ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒഡീസിയസ് തൻ്റെ യാത്ര തുടരുകയാണ്. മനോഹരമായി പാട്ടുപാടി കപ്പലോട്ടക്കാരെ വശീകരിച്ച് പാറയിൽ ഇടിച്ച് തകർക്കുന്ന കടൽ കന്യകമാരായിരുന്നു സൈറനുകൾ എന്നത്. കിർക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി പടയാളികളുടെ ചെവിയിലെല്ലാം തേനീച്ച മെഴുക് ഒഴിച്ചടച്ചു. അവർ പാട്ട് കേൾക്കാതിരിക്കാനായിരുന്നു ഇത് ചെയ്തത്. എന്നാൽ പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒഡീസിയസ് കപ്പലിൻ്റെ മരത്തൂണിൽ തന്നെ കെട്ടിയിടാൻ ആളുകളോട് നിർദ്ദേശിച്ചു. എത്ര യാചിച്ചാലും അഴിച്ചുവിടരുതെന്ന നിർദ്ദേശവും നൽകി. സൈറനുകളുടെ വശ്യമായ പാട്ട് കേട്ട് ഒഡീസിയസിന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെങ്കിലും പടയാളികൾ കരുത്തോടെ കൂടുതൽ മുറുക്കി കെട്ടിയതോടെ അവർ ആ അപകടത്തെ തരണം ചെയ്തു. അടുത്തതായി അവർക്ക് കടന്നു പോകേണ്ടിയിരുന്നത് പേടിപ്പെടുത്തുന്ന ഒരു കടലിടുക്കിലൂടെയായിരുന്നു. അതിൻ്റെ ഒരു വശത്ത് സമുദ്രജലം കുടിച്ചു വറ്റിച്ച് ചുഴലി ഉണ്ടാക്കുന്ന കരീബ്ഡിസ് എന്ന രാക്ഷസി, എതിർവശത്ത് 6 നീളമുള്ള കഴുത്തുകളും കൂർത്ത പല്ലുകളുമുള്ള സ്കില്ല എന്ന ഒരു ഭീകരസ്വത്വം. കരീബ്ഡിസിൻ്റെ ഭാഗത്തേക്ക് പോയാൽ കപ്പൽ മുഴുവൻ ചുഴിയിൽപ്പെട്ട് ഏവരും മരിക്കും. സ്കില്ലയുടെ ഭാഗത്തേക്ക് പോയാൽ 6 തലകൾ കൊണ്ട് 6 പടയാളികളെ പിടിച്ചു തിന്നും. കപ്പലും ബാക്കി ആളുകളും ഏതായാലും രക്ഷപ്പെടും. തൻ്റെ ആളുകളോട് പറയാതെ ഒഡീസിയസ് കപ്പൽ സ്കില്ലയുടെ ഭാഗത്തുകൂടെ കപ്പലോടിച്ചു. പ്രവചിക്കപ്പെട്ടതുപോലെ തന്നെ ഒഡീസിയസിൻ്റെ 6 മികച്ച പടയാളികളെ സ്കില്ല പിടികൂടി. ബാക്കിയുള്ളവരും കപ്പലും കടലിടുക്ക് കടന്നു. പിന്നീട് അവർ എത്തിച്ചേരുന്നത് പ്രവാചകനായ ടൈറേഷ്യസ് മുന്നറിയിപ്പ് നൽകിയ ത്രീനാക്കിയ എന്ന ദ്വീപിലേക്കാണ്. അത് സൂര്യദേവനായ ഹീലിയോസിൻ്റെ വിശുദ്ധ ദ്വീപായിരുന്നു. അവിടെ ഒരു കാരണവശാലും ഇറങ്ങരുതെന്ന് ഒഡീസിയസ് ഇവരോടൊക്കെ നിർബന്ധമായി പറഞ്ഞിരുന്നെങ്കിലും കഠിനമായ വിശപ്പും തളർച്ചയും ഒക്കെ കാരണം പടയാളികൾ അവിടെ ഇറങ്ങി. എന്നാൽ പിന്നീട് കടുത്ത കൊടുങ്കാറ്റ് കാരണം 1 മാസത്തോളം കാലം അവർക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാനോ കപ്പൽ അഴിക്കാനോ പ്രകൃതി അവരെ സമ്മതിക്കുന്നില്ല. കപ്പലിലെ ആഹാരം മുഴുവൻ തീർന്നു. പടയാളികൾ വിശന്ന് വലയുകയും ചെയ്തു. ഒരിക്കൽ ഒഡീസിയസ് ദൈവങ്ങളോട് പ്രാർത്ഥിക്കാനായി കാട്ടിലേക്ക് മാറി നിന്ന സമയത്ത് യുറിലോക്കസിൻ്റെ നേതൃത്വത്തിൽ പടയാളികൾ സൂര്യദേവന്റെ വിശുദ്ധ പശുക്കളെ കൊന്നു തിന്നുകയുണ്ടായി. ഇതറിഞ്ഞ സൂര്യദേവൻ കടുത്ത രോക്ഷത്തിലായി. അവൻ ദേവരാജാവായ സിയൂസിനോട് പരാതിപ്പെടുകയാണ്. എൻ്റെ പശുക്കളെ കൊന്നവർക്ക് കടുത്ത ശിക്ഷ നൽകിയില്ലെങ്കിൽ ഞാൻ പാതാളത്തിൽ പോയി വെളിച്ചം നൽകും എന്ന് സൂര്യദേവൻ പറയുകയാണ്. കാറ്റടങ്ങി അവർ കപ്പലിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങിയ നിമിഷം സിയൂസ് ദേവൻ ഒരു വലിയ കൊടുങ്കാറ്റും മിന്നലും അവിടേക്ക് അയക്കുകയാണ്. ആ വലിയ മാന്ത്രിക പിണർ ഒഡീസിയസിൻ്റെ കപ്പലിൽ തന്നെ പതിച്ചു. കപ്പൽ കത്തിത്തകർന്ന് തരിപ്പണമായി. പശുവിനെ തിന്ന എല്ലാ പടയാളികളും കടലിൽ വീണ് ചത്തുപോയി. ടൈറേഷ്യസിൻ്റെ പ്രവചനം പോലെ തന്നെ പശുവിറച്ചി തിന്നാത്ത ഒഡീസിയസ് മാത്രം കപ്പലിൻ്റെ തകർന്ന ഒരു മരക്കഷണത്തിൽ പിടിച്ച് നീന്തി രക്ഷപ്പെടുകയാണ്. കപ്പലും കൂട്ടുകാരുമെല്ലാം നഷ്ടപ്പെട്ട് ബോധരഹിതനായി 9 ദിവസത്തെ അലച്ചിലിന് ശേഷം ഒഡീസിയസ് ചെന്നടിയുന്നത് ഒജീജിയ എന്ന ഒരു ഒറ്റപ്പെട്ട ദ്വീപിലേക്കാണ്. കാൽപ്സോ എന്ന ഒരു അപ്സരസ് ആയിരുന്നു അന്ന് അവിടെ ഒഡീസിയസിനെ രക്ഷിക്കുന്നത്. അതിസുന്ദരമായ പൂന്തോട്ടങ്ങളും അരുവികളും വീഞ്ഞു പൊഴിയുന്ന മുന്തിരിവള്ളികളുമൊക്കെ നിറഞ്ഞ ഒജീജിയ എന്ന സ്വർഗതുല്യമായ ദ്വീപിൻ്റെ അധിപയായിരുന്നു അവൾ. ഒഡീസിയസിൻ്റെ സൗന്ദര്യത്തിലും ധീരതയിലും ആകൃഷ്ടയായ കാലിപ്സോ അദ്ദേഹത്തെ തന്നോടൊപ്പം ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചു. അതിനായി ഈ ദ്വീപിൽ നീ കഴിയുക എന്നും
നിനക്ക് മരണമില്ലാത്ത അമരത്വവും ഒരിക്കലും വാടാത്ത യൗവനവുമൊക്കെ ഞാൻ നൽകാമെന്നുമൊക്കെ കാലിപ്സോ ഒഡീസിയസിനോട് പറയുകയുണ്ടായി. പിന്നീടുള്ള കുറേ നാളുകൾ ഒഡീസിയസ് ഈ ദ്വീപിലാണ് ജീവിക്കുന്നത്. എങ്കിലും ഒഡീസിയസ് പിന്നീട് സന്തോഷവാനാകുന്നില്ല. എപ്പോഴും കടൽ തീരത്തെ പാറപ്പുറത്തിരുന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ പെനലോപ്പിനെയും മകൻ ടെലിമാക്കസിനെയും ജന്മനാടായ ഇത്താക്കയെയും ഓർത്ത് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ദുഃഖഭരിതമായ ജീവിതം നയിക്കുന്ന ഒഡീസിയസ് ഒജീജിയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ അവനെ എപ്പോഴും സംരക്ഷിച്ചിരുന്ന അഥീന എന്ന ദേവത ഒളിമ്പസ് മലയിലെ ദൈവങ്ങളുടെ സഭയിൽ ഒഡീസിയസിന് വേണ്ടി വാദിക്കുകയാണ്. സമുദ്രദൈവമായ പൊസൈഡൻ അവിടെ ഇല്ലാത്ത സമയം നോക്കി അഥീന ദേവരാജാവായ സിയൂസിനോട് യാചിച്ചു. എന്നെ നിരന്തരം പൂജിച്ചിരുന്ന ഒഡീസിയസ് തൻ്റെ കുടുംബത്തെ ഒന്നും കാണാൻ കഴിയില്ല എന്ന സങ്കടത്താൽ ഉജീജിയിൽ ഇരുന്ന് കരഞ്ഞു തീരുകയാണ്. പൊസൈഡൻ്റെ ശിക്ഷാകാലം കഴിഞ്ഞിരിക്കുന്നു, അവനെ ഇനിയെങ്കിലും വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചുകൂടെ എന്നതായിരുന്നു അത്. സിയൂസ് അഥീനയുടെ അപേക്ഷ സ്വീകരിക്കുകയാണ്. സിയൂസ് തൻ്റെ ദൂതനായ ഹെർമസിനെ ഉജീജിയയിലേക്ക് അയച്ചു. ഹെർമസ് കാലിപ്സയോട് സിയൂസിൻ്റെ ഉത്തരവും അറിയിച്ചു. ഒഡീസിയസിനെ ഇനി തടഞ്ഞു വയ്ക്കരുത്, അവനെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ അനുവദിക്കുക. ദേവരാജാവായ സിയൂസിൻ്റെ ആജ്ഞ ലംഘിക്കാൻ കാലിപ്സോയ്ക്ക് കഴിയുമായിരുന്നില്ല. അവൾ ഹൃദയവേദനയോടെ ഒഡീസിയസിന് പോകാൻ അനുവാദവും നൽകി. അങ്ങനെ ഒഡീസിയസ് സ്വന്തം കൈകൾ കൊണ്ട് മരങ്ങളൊക്കെ വെട്ടി ഒരു ചെറിയ തോണിയൊക്കെ സൃഷ്ടിച്ച് ആവശ്യത്തിന് ഭക്ഷണമൊക്കെ എടുത്ത് യാത്ര തുടർന്നു. അങ്ങനെ ആ ചെറിയ തോണിയിൽ 18 ദിവസത്തോളം കാലം തുഴഞ്ഞ് സമാധാനമായി യാത്ര ചെയ്തിരുന്ന ഒഡീസിയസിനെ തിരിച്ചെത്തിയ പൊസൈഡൻ ദേവൻ വീണ്ടും കാണുകയാണ്. കടുത്ത കോപത്തോടെ പൊസൈഡൻ വീണ്ടും വൻ തിരമാലകൾ ഉയർത്തി ഒഡീസിയസിൻ്റെ ആ തോണി തകർത്ത് തരിപ്പണമാക്കി. സമുദ്രദേവതയായ ഇനോയുടെ മാന്ത്രിക ഷാളിൻ്റെ സഹായത്തോടെ 2 ദിവസം കടലിൽ നീന്തി ഒടുവിൽ ഒഡീസിയസ് ഫീഷ്യക്കാരുടെ നാടായ സ്കീറിയയുടെ തീരത്ത് അടിയുകയാണ്. അവിടെ രാജകുമാരിയായ നൗസിക്ക വസ്ത്രങ്ങൾ അലക്കാൻ തീരത്തെത്തിയപ്പോഴാണ് വസ്ത്രങ്ങൾ പോലുമില്ലാതെ തീർത്തും ദുർബലനായ ഒരു അവസ്ഥയിൽ ചെളിയിൽ കിടക്കുന്ന ഒഡീസിയസിനെ കാണുന്നത്. അവൾ അവന് വസ്ത്രങ്ങളും ഭക്ഷണവുമൊക്കെ നൽകി തൻ്റെ പിതാവായ അൽസിനോസ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഫീഷ്യക്കാർ അതിഥി സൽക്കാരത്തിലൊക്കെ മികച്ചവരായിരുന്നത്രേ. താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ ഒഡീസിയസ് അവിടെ കഴിയുകയാണ്. അന്ന് വൈകുന്നേരം കൊട്ടാരത്തിലെ പാട്ടുകാരൻ ഡെമോഡോക്കോസ് വീണ മീട്ടി ഒരു പാട്ടുപാടി. അതിൽ ട്രോജൻ യുദ്ധത്തിൻ്റെ കഥയും ട്രോജൻ കുതിരയുണ്ടാക്കി വിജയം നേടിയ ഒഡീസിയസ് എന്ന മഹാനായ വീരൻ്റെ കഥയുമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ തൻ്റെ കഥകൾ കേട്ടതും ഒഡീസിയസിന് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൻ ഇരുന്നിടത്ത് നിന്ന് മുഖം പൊത്തി കരഞ്ഞുകൊണ്ടിരുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട രാജാവ് അൽസിനോസ്, നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചു. അതുപോലെ ട്രോജൻ യുദ്ധത്തിൽ നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും കൊല്ലപ്പെട്ടിരുന്നോ എന്നും ചോദിച്ചു. എന്നാൽ ഒഡീസിയസ് തൻ്റെ കണ്ണീർ തുടച്ച്, ഞാൻ മറ്റാരുമല്ല, ഇത്താക്കയിലെ രാജാവായ ലായർട്ടീസിൻ്റെ മകൻ ഒഡീസിയസ് ആണെന്ന് പറയുകയുണ്ടായി. അതോടെ കൊട്ടാരം മുഴുവൻ നിശബ്ദമായി. ഇതിഹാസ പുരുഷനായ ഒഡീസിയസ് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് ഫീഷ്യക്കാർ പോലും അത്ഭുതപ്പെട്ടു. അങ്ങനെ ഒഡീസിയസ് താൻ കഴിഞ്ഞ 10 വർഷമായി നടത്തുന്ന യാത്രകളും അനുഭവിച്ച സകല ദുരന്ത കഥകളും രാജാവിനും സഭയ്ക്ക് മുന്നിൽ വിവരിക്കുകയാണ്. കഥ കേട്ട് വിതുമ്പിയ അൽസിനോസ് രാജാവ്, ഈ വീരൻ്റെ ദുരിതങ്ങൾ ഇവിടെ അവസാനിക്കുകയാണെന്നും നമ്മളുടെ ഏറ്റവും വേഗതയേറിയ മാന്ത്രിക കപ്പലിൽ തന്നെ ഇവനെ നാളെ തന്നെ നമ്മൾ ഇത്താക്കയിൽ എത്തിക്കുമെന്ന് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒഡീസിയസ് ഇത്താക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൻ നാടുവിട്ടിട്ട് 20 നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ 20 വർഷം കൊണ്ട് ഇത്താക്കയിലെ അവസ്ഥ തികച്ചും ദാരുണമായി മാറിയിരുന്നു. ഒഡീസിയസ് മരിച്ചെന്നുറപ്പിച്ച് അയൽനാടുകളിലെ 108 ദുഷ്ടന്മാരായ പ്രഭുക്കന്മാർ ഇത്താക്കയിലെ കൊട്ടാരത്തിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. ഒഡീസിയസിൻ്റെ സിംഹാസനം പിടിച്ചെടുക്കാനും അവൻ്റെ ഭാര്യ പെനലോപ്പിനെ ബലമായി വിവാഹം കഴിക്കാനും അവർ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും പിറ്റേന്ന് പുലർച്ചയോടെ ഫീഷ്യന്മാരുടെ മാന്ത്രിക കപ്പൽ ഇത്താക്കയുടെ തീരത്തേക്ക് എത്തി. തളർന്നുറങ്ങിപ്പോയിരുന്ന ഒഡീസിയസിനെ ഫീഷ്യൻ പടയാളികൾ കിടക്കയോടെ തന്നെ എടുത്ത് ഇത്താക്കയുടെ തീരത്തെ മണലിൽ കിടത്തി. അങ്ങനെ കടുത്ത ദുരന്തങ്ങളൊക്കെ അനുഭവിച്ച് കൂട്ടുകാരെ എല്ലാം തന്നെ നഷ്ടപ്പെട്ട്, സ്വന്തം കപ്പലുകൾ നഷ്ടപ്പെട്ട് ഒരു അന്യ കപ്പലിൽ സ്വന്തം വീട്ടിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഒഡീസിയസ് തിരിച്ചെത്തുകയാണ്. ഉണർന്ന ഒഡീസിയസിന് 20 വർഷത്തെ മാറ്റം കാരണം താൻ നിൽക്കുന്നത് സ്വന്തം നാട്ടിലാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ സമയം അധീന ദേവത അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്.
അധീനദേവത അവന് കൊട്ടാരത്തിലെ അവസ്ഥയെപ്പറ്റിയും 108 പ്രഭുക്കന്മാരുടെ ഭീഷണിയും ഒക്കെ വിവരിച്ചു കൊടുത്തു. ആഗ്മെമ്നണിൻ്റെ ആത്മാവ് നൽകിയ മുന്നറിയിപ്പ് ഓർമ്മയുള്ള ഒഡീസിയസിനോട് അധീന പറഞ്ഞു, രാജാവായി നീ ഒരിക്കലും കൊട്ടാരത്തിലേക്ക് ചെല്ലരുത് എന്നും നിന്നെ അവർ ഒന്നിച്ച് ആക്രമിച്ചു കൊല്ലുമെന്നും അതുകൊണ്ട് തന്നെ ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ വേണം നീ അങ്ങോട്ട് പോവുക എന്നതും. അങ്ങനെ അധീന തൻ്റെ മാന്ത്രിക വടികൊണ്ട് ഒഡീസിയസിനെ തൊടുകയാണ്. അവനിലെ രാജകീയതയൊക്കെ മാഞ്ഞ് ചുളിവ് വീണ തൊലിയും കീറിയ വസ്ത്രങ്ങളുമൊക്കെയുള്ള ഒരു വൃദ്ധനായ ഭിക്ഷക്കാരനായി ഒഡീസിയസ് മാറുകയും ചെയ്തു. അധീനദേവത ഭിക്ഷക്കാരൻ്റെ വേഷത്തിലേക്ക് മാറ്റിയ ഒഡീസിയസ് പിന്നീട് പോകുന്നത് തൻ്റെ വിശ്വസ്തനായ പന്നിമെയ്പ്പുകാരൻ യുമേയസിൻ്റെ കാട്ടിലെ കുടിലിലേക്കായിരുന്നു. 20 വർഷം കഴിഞ്ഞിട്ടും തൻ്റെ കാണാതായ യജമാനനോട് അളവറ്റ വിശ്വസ്തത പുലർത്തുന്ന ഒരു പാവം സേവകനായിരുന്നു അദ്ദേഹം. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇത്താക്കയുടെ രാജാവാണെന്ന് അറിയാതെ തന്നെ ആ ഭിക്ഷക്കാരനെ യുമേയസ് കുടിലിലേക്ക് സ്വീകരിക്കുകയും ആഹാരവും മറ്റുമൊക്കെ നൽകുകയും ചെയ്തു. രാജാവ് മരിച്ചെന്ന് കരുതി കൊട്ടാരത്തിലെ പ്രഭുക്കന്മാർ നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ചൊക്കെ അവൻ സങ്കടത്തോടെ പറയുകയാണ്. ഈ സമയം അച്ഛനെ അന്വേഷിച്ചുള്ള യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ മകൻ ടെലിമാക്കസും പ്രഭുക്കന്മാരുടെ കെണിയിൽപ്പെടാതെ രഹസ്യമായി യുമേയസിൻ്റെ കുടിലിലെത്തുന്നുണ്ട്. യുമേയസ് പുറത്തേക്ക് പോയ സമയം നോക്കി അധീനദേവത ഒഡീസിയസിന് താൽക്കാലികമായി തൻ്റെ യഥാർത്ഥ രൂപം തിരികെ നൽകുകയാണ്. കഷണ്ടിയും ചുളിവുകളുമൊക്കെ മാറി ശക്തനായ ആ രാജാവായി ഒഡീസിയസ് വീണ്ടും മാറുകയാണ്. ഈ മാറ്റം കണ്ട് ദൈവമാണെന്ന് കരുതി പേടിച്ച ടെലിമാക്കസിനോട്, മകനെ നീ പേടിക്കേണ്ട എന്നും ഞാൻ നിന്റെ അച്ഛനാണ് എന്നും 20 വർഷത്തെ അലച്ചിലിന് ശേഷം ഞാൻ ഇതാ നിന്റെ മുന്നിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്നും ഒഡീസിയസ് പറയുകയുണ്ടായി. അങ്ങനെ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ജനിച്ച നാളുകളിൽ മാത്രം കണ്ട ആ അച്ഛനും അച്ഛനെ കാണാതെ വളർന്ന ആ മകനും തമ്മിലുള്ള സമാഗമം അതിവൈകാരികമായി മാറി. അങ്ങനെ പിറ്റേന്ന് ഒഡീസിയസ് വീണ്ടും ഭിക്ഷക്കാരൻ്റെ വേഷമണിഞ്ഞ് മകനോടൊപ്പം തൻ്റെ സ്വന്തം കൊട്ടാരവാതിൽക്കലേക്ക് നടക്കുകയാണ്. കൊട്ടാരത്തിൽ കയറിയ ഭിക്ഷക്കാരനായ ഒഡീസിയസിനെ പ്രഭുക്കന്മാർ അധിക്ഷേപിക്കുകയും ആൻറ്റിനോസ് എന്ന പ്രഭു അവനു നേരെ കസേര വലിച്ചെറിയുകയുമൊക്കെ ചെയ്തു. എന്നാൽ ഒഡീസിയസ് ഇതിനെയെല്ലാം സമാധാനപൂർവ്വം സഹിക്കുകയാണ്. രാത്രിയിൽ കൊട്ടാരത്തിലെ വൃദ്ധയായ ദാസി യൂറിക്ലിയ ഈ അപരിചിതനായ ഭിക്ഷക്കാരൻ്റെ കാൽ കഴുകാൻ വെള്ളവുമായി എത്തി. ഒഡീസിയസിൻ്റെ വലതുകാലിലെ വസ്ത്രം മാറ്റിയപ്പോൾ ചെറുപ്പത്തിൽ പർനാസസ് മലയിൽ വെച്ച് കാട്ടുപന്നി ഉണ്ടാക്കിയ ആ മുറിപ്പാട് അവൾ കാണുകയാണ്. തൻ്റെ രാജാവിനെ തിരിച്ചറിഞ്ഞ അവൾ സന്തോഷം കൊണ്ട് പാത്രം നിലത്തിട്ടു. എന്നാൽ ഒഡീസിയസ് തൽക്കാലം ഇത് ആരോടും പറയരുത് എന്നും സമയമായിട്ടില്ല എന്നും പറഞ്ഞു വെക്കുകയുണ്ടായി. ഈ 108 പ്രഭുക്കന്മാരും പെനലോപ്പിനെ സ്വന്തമാക്കാനായി കടുത്ത സമ്മർദ്ദം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ പല രീതിയിൽ തടഞ്ഞു നിർത്തിയിരുന്ന പെനലോപ്പ് ഒടുവിൽ ഒരു പ്രഖ്യാപനം നടത്തി. എൻ്റെ കൊട്ടാരത്തിലെ സമ്പത്ത് മുടിക്കുന്ന പ്രഭുക്കന്മാരെ, എൻ്റെ ഭർത്താവിൻ്റെ ഒഡീസിയസിൻ്റെ വില്ലാണിത്. ഈ വില്ല് കുലച്ച് ഒന്നിനു പുറകെ ഒന്നായി വച്ചിരിക്കുന്ന 12 കോടാലികളുടെ വളയങ്ങളിലൂടെ ഒരൊറ്റ അമ്പ് തുളച്ചു കയറ്റുന്നവനെ ഞാൻ വിവാഹം കഴിക്കാം. അങ്ങനെ ഒഡീസിയസിൻ്റെ ആ പഴയ പ്രസിദ്ധമായ വില്ല് പുറത്തെടുക്കുകയാണ്. പ്രഭുക്കന്മാർ ഓരോരുത്തരായി മുന്നോട്ട് വന്നു. എന്നാൽ സാധാരണക്കാർക്ക് വളയ്ക്കാൻ പോലും കഴിയാത്ത ആ വില്ല് കുലയ്ക്കാൻ അഹങ്കാരികളായ ആ 108 പ്രഭുക്കന്മാർക്ക് ആർക്കും കഴിഞ്ഞില്ല. ചിലർ അതിൽ നെയ്യൊക്കെ പുരട്ടി ചൂടാക്കി നോക്കിയെങ്കിലും പരാജയമായിരുന്നു ഫലം. ഒടുവിൽ മൂലയിൽ നിന്ന് ഭിക്ഷക്കാരൻ പറഞ്ഞു, എനിക്ക് അതൊന്ന് ശ്രമിച്ചു നോക്കാൻ അനുവാദം തരണം. പ്രഭുക്കന്മാർ ഇത് കേട്ട് അവനെ പരിഹസിച്ച് ചിരിച്ചു. എന്നാൽ ടെലിമാക്കസ് ആ വില്ല് ഭിക്ഷക്കാരൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നാൽ അവിടെ പരിഹസിച്ച് നിന്നുകൊണ്ടിരുന്ന ഏവരുടെയും കണ്ണുകൾ തള്ളിപ്പോകുന്ന നിമിഷത്തിനാണ് പിന്നീട് സാക്ഷ്യം വഹിച്ചത്. ഒരു പാട്ടുകാരൻ വീണയുടെ തന്ത്രി മുറുക്കുന്ന അത്രയും ലളിതമായി ഒഡീസിയസ് ആ വലിയ വില്ല് കുലച്ച് അമ്പെടുത്ത് വില്ലിൽ തൊടുത്തു. ആ അമ്പ് 12 കോടാലി കണ്ണുകളിലൂടെയും കൃത്യമായി തുളച്ചു കയറി മറുവശത്ത് ചെന്ന് തറച്ചു. അതോടെ സഭ പൂർണ്ണമായും നിശബ്ദമായി. തൊട്ടടുത്ത നിമിഷം ഒഡീസിയസ് തൻ്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ അഴിച്ചെറിഞ്ഞ്, ഒഡീസിയസ് ഇനി ഒരിക്കലും ഇത്താക്കയിൽ തിരിച്ചെത്തില്ല എന്ന് കരുതി എൻ്റെ വീട് കൊള്ളയടിച്ച എൻ്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയ നിങ്ങൾക്കുള്ള ശിക്ഷ ഇതാ എന്ന് പ്രഖ്യാപിച്ച് ആദ്യത്തെ അമ്പ് ഒഡീസിയസിനെ ഏറ്റവും കൂടുതൽ അപമാനിച്ച ആൻറ്റിനോസിൻ്റെ കഴുത്ത് തന്നെ തുളച്ചു കയറിക്കൊണ്ടായിരുന്നു. പിന്നീട് അവിടെ ഒരു യുദ്ധം തന്നെ നടന്നു. കൊട്ടാരവാതിലുകൾ പൂട്ടിയിരുന്നതിനാൽ പ്രഭുക്കന്മാർക്ക് ഈ സമയം പുറത്തേക്ക് ഓടാനൊന്നും കഴിഞ്ഞില്ല. മകൻ ടെലിമാക്കസും വിശ്വസ്തരായ 2 വേലക്കാരും ഒഡീസിയസിനൊപ്പം ചേർന്നു. വില്ലിൽ നിന്ന് അമ്പുകൾ തീർന്നപ്പോൾ ഒഡീസിയസ് വാളൂരി പിടിച്ച് ശത്രുക്കൾക്ക് നേരെ പാഞ്ഞു ചെന്നു. അങ്ങനെ തങ്ങളെ കാലങ്ങളായി ഉപദ്രവിച്ച 108 പ്രഭുക്കന്മാരെയും ഒഡീസിയസും മകനും ചേർന്ന്
കൊട്ടാരത്തിനുള്ളിലിട്ട് തന്നെ ഇല്ലാതാക്കി. രക്തച്ചൊരിച്ചിലെല്ലാം കഴിഞ്ഞ് ഒഡീസിയസ് വസ്ത്രങ്ങളൊക്കെ മാറി പെനലോപ്പിന് മുന്നിലെത്തി. 20 വർഷത്തിന് ശേഷം തന്നെ ഭർത്താവ് മുന്നിൽ നിൽക്കുമ്പോഴും ബുദ്ധിമതിയായ പെനലോപ്പ് അവനെ പെട്ടെന്ന് വിശ്വസിക്കുന്നില്ല. പല രീതിയിലുള്ള അവർക്ക് മാത്രം അറിയാവുന്ന ചോദ്യങ്ങൾ പെനലോപ്പ് ഒഡീസിയസിനോട് ചോദിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ വന്നിരിക്കുന്നത് ഒഡീസിയസ് തന്നെയെന്ന് പെനലോപ്പ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ 20 വർഷത്തെ കണ്ണീരിനും കാത്തിരിപ്പിനും പീഡനങ്ങൾക്കും ശേഷം ആ ദമ്പതികൾ വീണ്ടും ഒത്തുചേരുകയാണ്. അങ്ങനെ 10 വർഷം നീണ്ട ട്രോയിൽ നിന്നുള്ള ഇഥാക്കയിലേക്കുള്ള യാത്ര അവിടെ അവസാനിച്ചു. എങ്കിലും പാതാളത്തിൽ വെച്ച് പ്രവാചകനായ ടൈറേഷ്യസ് നൽകിയ ശാപമോക്ഷത്തിൻ്റെ വഴി ഒഡീസിയസ് മറന്നിരുന്നില്ല. പൊസൈഡന്റെ കോപം പൂർണ്ണമായി മാറാൻ അവൻ ചുമലിലൊരു കപ്പൽ തുഴയും പേറി കാൽനടയായി യാത്ര തിരിക്കുകയാണ്. കടലിനെക്കുറിച്ചോ ഉപ്പിനെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത ഉൾനാടൻ പ്രദേശത്ത് അവൻ എത്തിയപ്പോൾ അവിടുത്തെ ഒരു വഴിയാത്രക്കാരൻ ഒഡീസിയസിൻ്റെ ചുമലിലിരുന്ന തുഴയെ നോക്കി ചോദിച്ചത് നിന്റെ ചുമലിലിരിക്കുന്ന ആ ധാന്യം വീശുന്ന വിശറി എന്താണ് എന്ന നിലയിലാണ്. അങ്ങനെ കടൽ എന്തെന്ന് പോലും അറിയാത്ത ജനങ്ങളാണ് അവരെന്ന് മനസ്സിലാക്കിയ ഒഡീസിയസ് അവിടെ വെച്ച് തൻ്റെ കപ്പൽ തുഴ നിലത്ത് കുത്തി നിർത്തി സമുദ്രദൈവമായ പൊസൈഡന് ആടുകളെ ബലി നൽകി പ്രാർത്ഥിച്ചു. അതോടെ പൊസൈഡൻ തൻ്റെ ശാപം പൂർണ്ണമായി പിൻവലിച്ചു. അങ്ങനെ ഒഡീസിയസ് വീണ്ടും ഇത്താക്കയിൽ തിരിച്ചെത്തി സമാധാനത്തോടെ ഭരണം തുടരുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒഡീസിയസ് വൃദ്ധനായി. മന്ത്രവാദിനിയായ കിർക്കയിൽ ഒഡീസിയസിന് പണ്ട് ജനിച്ച മകനായിരുന്നു ടെലിഗോണസ് എന്നത്. അവൻ തൻ്റെ അച്ഛനെ കാണാൻ കടൽ മാർഗം ഇത്താക്കയുടെ തീരത്തെത്തി. എന്നാൽ വിശന്നു വലഞ്ഞ അവനും കൂട്ടരും ഭക്ഷണം തിരഞ്ഞ് ആളുകളെ പിടിച്ചപ്പോൾ അത് അന്യനാട്ടുകാരുടെ ആക്രമണമാണെന്ന് കൊട്ടാരത്തിൽ വാർത്തയെത്തി. തൻ്റെ നാടിനെ സംരക്ഷിക്കാൻ വൃദ്ധനായ ഒഡീസിയസ് കയ്യിൽ വാളുമേന്തി വീണ്ടും യുദ്ധത്തിനിറങ്ങുകയാണ്. തീരത്ത് വെച്ച് അച്ഛനും മകനും പരസ്പരം തിരിച്ചറിയാതെ യുദ്ധവും ചെയ്തു. ടെലിഗോണസിൻ്റെ കയ്യിൽ മാതാവായ കിർക്കെ കൊടുത്തയച്ച ഒരു അപൂർവ കുന്തമുണ്ടായിരുന്നു. അതിൻ്റെ അഗ്രം വിഷമുള്ള ഒരു തിരണ്ടിവാലിൻ്റെ മുള്ളുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. പോരാട്ടത്തിനിടയിൽ ടെലിഗോണസിൻ്റെ ഈ കുന്തമുന ഒഡീസിയസിൻ്റെ നെഞ്ചിൽ ആഴത്തിൽ തറഞ്ഞു. വിഷം ശരീരത്തിൽ പടർന്ന് ഒഡീസിയസ് നിലത്ത് വീണു. മരിക്കാൻ കിടക്കുന്ന വൃദ്ധൻ ഇത്താക്കയുടെ രാജാവായ ഒഡീസിയസ് ആണെന്നും താൻ കുത്തി വീഴ്ത്തിയിരിക്കുന്നത് സ്വന്തം അച്ഛനെയാണെന്നും ടെലിഗോണസ് അതോടെ തിരിച്ചറിയുകയാണ്. അതോടെ അവൻ അച്ഛൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. എന്നാൽ ടൈറേഷ്യസിൻ്റെ പ്രവചനം ഇവിടെയും കൃത്യമായി ഫലിച്ചു. കടലിൽ നിന്നുള്ള ഒരു വസ്തുവാലായിരിക്കും യുദ്ധവീരനായ ഇതിഹാസതുല്യനായ ഒഡീസിയസിൻ്റെ ജീവൻ എടുക്കുക എന്നത്. അങ്ങനെ തൻ്റെ 2 ആൺമക്കളായ ടെലിമാക്കസിൻ്റെയും ടെലിഗോണസിൻ്റെയും കരങ്ങളിൽ പിടിച്ച് ഭാര്യയായ പെനലോപ്പിൻ്റെ മുഖത്തേക്ക് നോക്കി ആ ഇതിഹാസ പുരുഷൻ ഒടുവിൽ ഇല്ലാതാവുകയാണ്.